വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനികളെ, ഞാൻ നേരിട്ട് വിഷയത്തിലേക്ക് കിടക്കാം. ഇപ്പോൾ ഇസ്രായേൽ ഭരിക്കുന്നത് ബെഞ്ചമിൻ നെതന്യാഹു നേതൃത്വം നൽകുന്ന ഒരു സഖ്യ കക്ഷി ഭരണസഭയാണ്. സഖ്യകക്ഷി സർക്കാർ. ഈ സഖ്യ കക്ഷി സർക്കാരിൽ അതിതീവ്ര സയനിസത്തിന്റെ പ്രഘോഷകരായ പാർട്ടികളുമുണ്ട്. അവരുടെ പിന്തുണയില്ലെങ്കിൽ നെതന്യാഹുവിന്റെ സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതിൽ പ്രധാനപ്പെട്ട ഒരു കക്ഷിയാണ് ജൂതശക്തി എന്ന് മലയാളത്തിൽ വിവർത്തനം ചെയ്യാവുന്ന ഒരു പാർട്ടിയുടെ പിന്തുണ. അതിന്റെ നേതാവ് ഇറ്റാമർ ബെൻ-ഗ്വിർ 2025 മുതൽ ഇസ്രായേലിന്റെ ദേശീയ സുരക്ഷാ മന്ത്രിയാണ്, നാഷണൽ സെക്യൂരിറ്റി മിനിസ്റ്റർ. അദ്ദേഹം ജനിക്കുന്നത് 1976-ലാണ്. 1990-കളുടെ ആദ്യ പാദത്തിൽ ഓസ്ലോ ഉടമ്പടിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുമ്പോൾ അതിനെതിരെ അതിതീവ്രമായി രംഗത്തിറങ്ങിയ വിദ്യാർത്ഥിയായിരുന്നു അക്കാലത്ത്, 95 വരെയുള്ള അക്കാലത്ത് ഈ ഇറ്റാമർ ബെൻ-ഗ്വിർ. ഇത് പറയാനൊരു കാരണമാണ്. അദ്ദേഹം ഇപ്പോൾ ദേശീയ സുരക്ഷാ മന്ത്രിയാണ്, പ്രധാനപ്പെട്ട വകുപ്പാണ്. അപ്പൊ 90-കളുടെ മധ്യത്തിൽ 1995-ലാണ് ഓസ്ലോ ഉടമ്പടി ഒപ്പുവെച്ചതിന്റെ പേരിൽ, എന്ന് വെച്ചാൽ അന്നത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രിയായിരുന്ന ഇഷ്ഹാഖ് റാബിനെ ഒരു ജൂത തീവ്രവാദിയായ വിദ്യാർത്ഥി വെടിവെച്ചു കൊല്ലുന്നു. ഓസ്ലോ ഉടമ്പടിയിൽ PLO യാസർ അറഫാത്തും വഴങ്ങി എന്ന് പറഞ്ഞ് ഓസ്ലോ ഉടമ്പടിയെ വിമർശിച്ച പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷന്റെ ധാരാളം പേരുണ്ടായിരുന്നു. ലോകപ്രശസ്ത ചിന്തകനായ എഡ്വേർഡ് സെയ്ദ് പോലും ഓസ്ലോ ഉടമ്പടിയിൽ PLO കൂടുതൽ കോംപ്രമൈസിന് വഴങ്ങി അത് ശരിയായില്ല എന്ന അഭിപ്രായക്കാരനായിരുന്നു. അദ്ദേഹം പലസ്തീനിയൻ ദേശീയ കൗൺസിലിൽ നിന്ന് അതിൽ പ്രതിഷേധം രേഖപ്പെടുത്തി രാജിവെക്കുക പോലും ഉണ്ടായി. അപ്പൊ ഏതായാലും ഒരു കരാർ ബിൽ ക്ലിന്റന്റെ കാലത്ത് എത്തിച്ചേർന്നു. അതിൽ ഇസ്രായേലിലും വലിയ തോതിലുള്ള പ്രതിഷേധം, തീവ്രവാദികൾ, സയനിസ്റ്റ് തീവ്രവാദം, അതിൽ സയനിസം എന്ന് പറഞ്ഞാൽ തന്നെ അതിൽ വളരെ തീവ്രമായി ചിന്തിക്കുന്ന പലസ്തീനികൾക്ക് യാതൊരു അവകാശവുമില്ല. ഈ മറ്റാത്തിൽ ബെൻ-ഗ്വിർ ഒക്കെ ഈയിടെ പോലും പറഞ്ഞത് ഗാസയിൽ നിന്ന് പലസ്തീനികൾ ഒഴിഞ്ഞു പോകണം, വെസ്റ്റ് ബാങ്കിൽ പലസ്തീനികൾക്ക് ഉള്ളതിനേക്കാളുള്ള അവകാശം ഇസ്രായേലികൾക്കുണ്ട് എന്നൊക്കെയാണ്. മാത്രമല്ല, നെതന്യാഹുവും ഭാര്യയും വളരെ ഗുരുതരമായിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ, മറ്റ് കേസുകൾ ഒക്കെ വർഷങ്ങളായി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഏത് സമയവും വിചാരണ ചെയ്യപ്പെടാം. അങ്ങനെ വിചാരണ ചെയ്യപ്പെട്ട് ഇസ്രായേലിലെ മന്ത്രിമാരും ഈവൻ പ്രധാനമന്ത്രിമാരും വരെ ജയിലിൽ പോയ ചരിത്രമുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ 2023 ഒക്ടോബർ 7-നാണ് ഹമാസ് ഇസ്രായേലിലെ എന്നുവെച്ചാൽ കമ്പിവേലി തകർത്ത് വെസ്റ്റ് ബാങ്കിന് ഗാസക്ക് അടുത്ത് തന്നെയുള്ള ഒരു ഇസ്രായേൽ കിബൂത്സ് എന്ന് പറയും, അത് ജൂത അധിവാസ ഗ്രാമമാണ്. അവിടെ നടന്ന ഒരു പാർട്ടിയിൽ പങ്കെടുക്കുകയായിരുന്ന 1400-ഓളം പേരെ വധിക്കുകയും 250-ഓളം പേരെ ബന്ദികളാക്കുകയും ചെയ്ത സംഭവം ഉണ്ടായി. ആ സംഭവത്തെ ലോകരാഷ്ട്രങ്ങൾ, അറബ് രാഷ്ട്രങ്ങൾ, ലോകത്തെ എല്ലാ രാഷ്ട്രങ്ങളും അപലപിച്ച ഒരു
ഹീന കൃത്യം തന്നെയായിരുന്നു ഹമാസ് എന്ന സംഘടന ചെയ്തത്. പക്ഷേ ഇസ്രായേൽ പലസ്തീൻ പ്രശ്നം 2023 ഒക്ടോബർ 7 തുടർന്നതല്ല. 2000 പലരും ചില ഫേസ്ബുക്ക് പോസ്റ്റുകളും പത്രവാർത്തകൾക്ക് താഴെയുള്ള ചില കമന്റ്സും ഒക്കെ ശ്രദ്ധിച്ചാൽ 2023 ഒക്ടോബർ 7 ഹമാസ് നടത്തിയ അതിഹീനമായ, അതിനീചമായ, നികൃഷ്ടമായ ആക്രമണത്തിന് ശേഷം മാത്രമാണ് ഈ ഇസ്രായേൽ പലസ്തീൻ പ്രശ്നം തുടങ്ങിയതെന്നും ഇസ്രായേലിന് നിങ്ങൾക്കറിയാം എത്രമാത്രം സയനിസത്തെ പ്രഘോഷിക്കുന്ന കുറിപ്പുകളാണ് നമ്മുടെ മലയാളികൾ തന്നെ കുറിച്ചു വെക്കുന്നത്. ചരിത്രം പോലും അറിയില്ല. ഇപ്പൊ ഞാൻ ഈ ലെറ്റേഴ്സ് ഫ്രോം ഗാസ എന്ന പേരിലൊരു പുസ്തകം ഇറങ്ങി. പെൻഗ്വിൻ 2025 ഏപ്രിൽ മാസത്തിൽ ഇറക്കിയ പുസ്തകമാണ്. 2023 ഒക്ടോബർ മുതൽ 2024 ഉടനീളം ഗാസയെ ഇപ്പോൾ ആകെ നിലം പരിശാക്കി അത് ഷേവ് ഗാസ എന്ന ക്യാമ്പയിൻ പോലെ ഷേവ് ചെയ്തിരിക്കുകയാണ്. ഗാസയിലെ ആശുപത്രികൾ, സ്കൂളുകൾ, കോളേജുകൾ, യൂണിവേഴ്സിറ്റികൾ, ഗാസയിലെ മ്യൂസിയങ്ങൾ എല്ലാം 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 തകർത്ത് തരിപ്പണമാക്കി ഏതാണ്ട് ഒരു 10-20 ലക്ഷം പേരുണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ ഇന്നത്തെ കണക്കനുസരിച്ച് 55,000-നും 60,000-നും ഇടയിൽ, അതിനേക്കാൾ അധികമാണ് ചില മനുഷ്യാവകാശ സംഘടനകളുടെ കണക്ക്, പലസ്തീനികൾ വധിക്കപ്പെട്ടു. അതിൽ മഹാഭൂരിഭാഗവും സ്ത്രീകളും കുഞ്ഞുങ്ങളുമാണ്. ഹമാസിന് ഇന്നല്ലെങ്കിൽ നാളെ, ഒരാഴ്ച കൊണ്ട് അല്ലെങ്കിൽ 2 ആഴ്ച കൊണ്ട് തീർക്കുമെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിത്തിരിച്ച ഇസ്രായേൽ 2023 ഒക്ടോബർ മുതൽ ഇന്നേ വരെ, ഇന്നും പത്രത്തിൽ ഒരു വാർത്ത, ഹമാസിന്റെ പ്രമുഖ നേതാവിനെ വധിച്ചു. ഈ 2023 ആക്രമണത്തിന്റെ സൂത്രധാരനായിരുന്നു. അങ്ങനെ കുറെ പേരെ വധിച്ചു. ഇപ്പോഴും ഹമാസ് പൂർണ്ണമായി ഇസ്രായേൽ പറഞ്ഞ പോലെ നാമാവിശേഷമായിട്ടില്ല. ഇസ്രായേൽ നോക്കൂ, ഇക്കാലത്തെ യുദ്ധങ്ങളുടെ രീതി. ഗാസ മുനമ്പ് എന്ന് പറയുന്നത് കഷ്ടി 40 കിലോമീറ്റർ നീളവും ഏതാണ്ട് 10-15 കിലോമീറ്റർ വീതിയുമുള്ള ഒരു ചെറിയ മുനമ്പാണ്. അവിടെ ഇസ്രായേലിന്റെ സങ്കീർണമായ ഭൂഗർഭ സംവിധാനങ്ങളൊക്കെ ഹമാസ് സൃഷ്ടിച്ചു. 2007 ഹമാസ് അധികാരത്തിൽ വരുന്നത്. അപ്പൊ ഹമാസ് ഗാസയിൽ അധികാരത്തിൽ ഉണ്ടായിരുന്നു എന്നതോ, വെസ്റ്റ് ബാങ്ക് ഇപ്പോൾ ഭരിക്കുന്നത് പലസ്തീനിയൻ അതോറിറ്റി ഫത്താ പാർട്ടിയുടെ പാർട്ടിയാണെന്നതോ അല്ല. ഗാസയും വെസ്റ്റ് ബാങ്കും ഒക്കെ വാസ്തവത്തിൽ ഡിഫാക്ടോ അക്ഷരാർത്ഥത്തിൽ ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളാണ്. 2023 ഒക്ടോബർ 7 ആക്രമണത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ 19-ാം നൂറ്റാണ്ടിലേക്ക് പോകേണ്ടതുണ്ട്. 19-ാം നൂറ്റാണ്ടിന്റെ അന്ത്യഘട്ടം തൊട്ട് 20-ാം നൂറ്റാണ്ടിൽ ഇസ്രായേൽ എന്ന രാഷ്ട്രം രൂപീകൃതമാവുന്നത് വരെ സയനിസം 19-ാം നൂറ്റാണ്ടിലാണ് രൂപം കൊള്ളുന്നത്. അങ്ങനെ 19-ാം നൂറ്റാണ്ടിന്റെ ഒടുവിൽ മുതൽ തന്നെ 20-ാം നൂറ്റാണ്ടിൽ ക്രമപ്രവൃത്തമായി, വളരെ ആസൂത്രിതമായി യൂറോപ്പിൽ നിന്ന് ജൂതന്മാർ ഈ പലസ്തീൻ, അതായത് 1-ാം ലോകമഹായുദ്ധത്തോടെ ഓട്ടോമാൻ സാമ്രാജ്യം പരാജയപ്പെടുകയും ഓട്ടോമാൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്ന പലസ്തീൻ ഭൂപ്രദേശം യുഎന്നിന്റെ മാൻഡേറ്റഡ് ടെറിട്ടറി ആയി മാറുകയും ചെയ്തു. അതിനു മുമ്പ് തന്നെ ഈ യൂറോപ്പിൽ നിന്നുള്ള ജൂതന്മാർ പലസ്തീൻ ഭൂപ്രദേശത്ത് വന്ന് ഭൂമി വാങ്ങിക്കൂട്ടുന്നത് ആരംഭിച്ചിരുന്നു. അക്കാലത്ത് സയനിസത്തിന്റെ ഏറ്റവും വലിയ മുദ്രാവാക്യം എ ലാൻഡ് വിതൗട്ട് എ പീപ്പിൾ ഫോർ എ പീപ്പിൾ വിതൗട്ട് എ ലാൻഡ് എന്നാണ്. ഈ ലാൻഡ് എന്ന് പറഞ്ഞാൽ പലസ്തീനിയൻ ഭൂപ്രദേശമാണ്. എ ലാൻഡ് വിതൗട്ട് എ പീപ്പിൾ, ജനതയില്ലാത്ത ഒരു ഭൂപ്രദേശം. ഫോർ എ പീപ്പിൾ വിതൗട്ട് ലാൻഡ്, അതായത് ഭൂപ്രദേശമില്ലാത്ത ജനത ആരാണ്? ഇസ്രായേലികൾ, ജൂതന്മാർ. അപ്പൊ അവിടെ
ജനങ്ങളില്ലാത്ത ഭൂപ്രദേശമാണോ? അവിടെ കാലാകാലങ്ങളായി ജനങ്ങൾ അധിവസിച്ചു പോരുന്ന ഭൂപ്രദേശമാണ്. അറബ് പലസ്തീനിയൻസ് ഉണ്ട്. അറബ് പലസ്തീനിയൻസ് എന്ന് പറഞ്ഞാൽ വെറും മുസ്ലിങ്ങൾ, അറബികൾ, അറബ്സ് എന്ന് പറഞ്ഞാൽ അതിൽ മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, ഡ്രൂസ് എന്ന് പറയുന്ന വിഭാഗമുണ്ട്. എഡ്വേർഡ് സീതൊക്കെ പലസ്തീനിയൻ ക്രിസ്ത്യൻ ആണ്. അദ്ദേഹം PLO ഉണ്ടായിരുന്നു, ഒരു പ്രമുഖ ചിന്തകനും PLO ഉന്നത നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ആളുമാണ്. അതുപോലെ ജോർജ് ഹബാഷിനെ പോലുള്ള മാർക്സിസ്റ്റ് ലെനിനിസ്റ്റുകൾ PLO ഉണ്ടായിരുന്നു. ജോർജ് ഹബാഷ്, അദ്ദേഹം പലസ്തീനിയൻ ക്രിസ്ത്യനാണ്. PLO ഒരു മതേതര മൂവ്മെന്റ് ആയിരുന്നു, അതൊരു സെക്യുലർ മൂവ്മെന്റ് ആയിരുന്നു. ആദ്യം ഗറില്ല ആക്രമണങ്ങളും പിന്നീട് അവർ നയതന്ത്രത്തിലേക്കും ചർച്ചയിലേക്കും ഒക്കെ വരികയും അതൊക്കെ പറയേണ്ട കാര്യങ്ങളാണ്. അപ്പോ ആ ലെറ്റേഴ്സ് ഫ്രം ഗാസ എന്ന പുസ്തകത്തിൽ ഇന്ന് പലസ്തീനിൽ ജീവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഗാസയിൽ ജീവിച്ചിരിക്കുന്ന അഥവാ കൊല്ലപ്പെട്ടു പോയ ഇവരുടെ കവിതകൾ, ഓർമ്മക്കുറിപ്പുകൾ, കത്തുകൾ, ആത്മകഥകൾ ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് രണ്ടെണ്ണം ഞാൻ വായിക്കാം. ഗാസയിൽ നിന്നുള്ള യുവ എഴുത്തുകാരി ബീസൻ നദിയിൽ എഴുതിയ ചെറു കവിതയാണ്. എങ്ങനെയാവും ഞങ്ങൾ മരിക്കുക? ഒരു കഷ്ണമായി, 2, 3, അതോ ഒരു കഷ്ണവും അവശേഷിക്കാതെ? എങ്ങനെയാവും ഞങ്ങളുടെ രക്തം ചിതറുക? ഞങ്ങൾക്ക് എന്ത് സംഭവിച്ചുവെന്ന് മറ്റുള്ളവർ എങ്ങനെ അറിയും? ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക്, സ്വപ്നങ്ങൾക്ക്, ഓർമ്മകൾക്ക് എന്ത് സംഭവിക്കും? അതൊരു കവിത. മറ്റൊരു ഇതൊക്കെ ഗാസയിൽ പല പ്രായത്തിലുള്ളവർ, പല കുടുംബങ്ങളിൽ നിന്നുള്ളവർ, പല തൊഴിലിൽ ഏർപ്പെട്ടവർ എഴുതിയ 30ഓളം കുറിപ്പുകളാണ് ലെറ്റേഴ്സ് ഫ്രം ഗാസ എന്ന പേരിൽ പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോ മറ്റൊരു അഹമ്മദ് മെർത്താജ എഴുതുന്ന ഒരു കുറിപ്പ്: ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെല്ലാം സ്വാഭാവികമായ നടപടികളായി മാറുമോ എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ആദി. ഒരു വീട് ബോംബെറിഞ്ഞ് നശിപ്പിക്കുന്നത് സ്വാഭാവികമായി കണക്കാക്കപ്പെടും. അതേക്കുറിച്ച് നേരത്തെ മുന്നറിയിപ്പ് നൽകുന്നതായിരിക്കും അസ്വാഭാവികമായ കാര്യം. ഒരു കുഞ്ഞ് കൊല്ലപ്പെടുന്നത് സ്വാഭാവികമാവും. മരിക്കുമ്പോൾ അവൻ അലറിക്കരഞ്ഞാൽ അതൊരു അസ്വാഭാവികതയാകും. ഇതുപോലെ ഒട്ടേറെ കാര്യങ്ങൾ സ്വാഭാവിക കാര്യങ്ങളായി മാറുമെന്ന് ഞാൻ പേടിച്ചുകൊണ്ടേയിരിക്കുന്നു. മറ്റൊരു കുറിപ്പ്, അതായത് ആക്രമണങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി ഒരു കുടുംബത്തിലെ പിതാവ് തൻ്റെ മക്കളെയും മറ്റു കുടുംബാംഗങ്ങളെയും ബന്ധുവായ മജീദിന്റെ വീട്ടിലാക്കുകയാണ്. പിറ്റേ ദിവസം, ആ കുറിപ്പ് കുറച്ച് എൻ്റെ കുറിപ്പാണ്, പിറ്റേ ദിവസം അവരെന്റെ ബന്ധു മജീദ് അൽ ഗൗദിന്റെ വീട് ബോംബിട്ട് തകർത്തു. പലയിടങ്ങളിൽ നിന്നായി വീട് നഷ്ടപ്പെട്ട് ഞങ്ങളുടെ കുറെ ബന്ധുക്കളുടെ അഭയകേന്ദ്രമായിരുന്നു അത്. 64 പേരാണ് ആ ബോംബാക്രമണത്തിൽ രക്തസാക്ഷികളായത്. അവരിൽ ഭൂരിഭാഗവും വനിതകളും. തകർന്ന കെട്ടിട അവശിഷ്ടങ്ങളിലൂടെ എൻ്റെ പ്രിയപ്പെട്ടവരുടെ ശരീരഭാഗങ്ങൾ തേടി ഞാൻ നടന്നു. പക്ഷേ ഞാൻ എത്തുന്നതിന് മുൻപേ അവിടെ എത്തിയ ഒരു പൂച്ച വലിയൊരു മാംസകഷ്ണവും കടിച്ചു പിടിച്ച് നീങ്ങുന്നു. അതെന്റെ ബന്ധുവിന്റെ ഭാര്യയുടേതായിരുന്നോ അതോ മക്കളുടേതോ? അപ്പോൾ കഴിഞ്ഞ 2-3 ആഴ്ചകൾക്ക് മുമ്പ് നമ്മൾ മറ്റൊരു ഭീതിജനകമായ വാർത്ത വായിച്ചു. ഒരു ഗാസയിലെ പലസ്തീനിയൻ വനിതാ ഡോക്ടർ, അവർക്ക് 11 കുഞ്ഞുങ്ങളുണ്ട്. അവരുടെ വീട് ബോംബാക്രമണത്തിൽ തകർന്ന കാര്യമൊന്നും ഇവർക്ക് അറിയില്ല. ഇവർ ഗാസയിലെ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാണ്. അപ്പോൾ ഈ മൃതദേഹങ്ങൾ ഇങ്ങനെ ഇവരുടെ മുമ്പിലേക്ക് വന്നപ്പോൾ അവരുടെ 10 കുഞ്ഞുങ്ങളാണ് കൺമുമ്പിൽ കിടക്കുന്നത്. അവരുടെ ഭർത്താവ് ഡോക്ടറാണ്. ഒരു കുട്ടി മാത്രമാണ് ആക്രമണത്തിൽ രക്ഷപ്പെട്ടത്. അപ്പോൾ ഹമാസിനെ തകർക്കാൻ എന്ന പേരിൽ വാസ്തവത്തിൽ ഗാസയിൽ വംശീയ ഉന്മൂലനമാണ് നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ, അവിടെ ഇലക്ട്രിസിറ്റി, വാട്ടർ കണക്ഷൻ എല്ലാം വിച്ഛേദിച്ചിരിക്കുന്നു. ഗാസയിൽ നിന്ന് വടക്കൻ ഗാസയിൽ നിന്ന് തെക്കൻ ഗാസയിലേക്കും, തെക്കൻ ഗാസയിൽ നിന്ന് വടക്കൻ ഗാസയിലേക്കും കന്നുകാലികളെ പോലെ ആളുകൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഏത് സമയം എവിടെ ബോംബുകൾ വീഴുന്നത്, ഹമാസിന്റെ നേതാക്കൾ വധിക്കപ്പെടുന്നു, അത് ശരി എന്നല്ല.
അവിടെ ഗാസയിലെ 10-22 ലക്ഷം വരുന്ന ജനത ഇപ്പോൾ അനുഭവിക്കുന്ന ഒരു ഹോളോകോസ്റ്റ് ആണല്ലോ. ഈ ജൂതന്മാർ രണ്ടാം ലോകമായുധത്തിൽ ഹോളോകോസ്റ്റിന് ഹിറ്റ്ലറുടെ നാസി ഭരണകൂടം വളരെ ആസൂത്രിതമായി ഹോളോകോസ്റ്റിൽ 60 ലക്ഷത്തോളം ജൂതരെ കൊന്നൊടുക്കിയിരുന്ന ചരിത്ര സത്യമാണ്. ജൂതരെ മാത്രമല്ല, കമ്മ്യൂണിസ്റ്റുകാരെ, സോഷ്യലിസ്റ്റുകളെ, ട്രേഡ് യൂണിയൻ പ്രവർത്തകരെ, നേതാക്കളെ, ജനാധിപത്യവാദികളെ, ആരൊക്കെ നാസിസത്തെയും ഫാഷിസത്തെയും എതിർത്തോ അവരെയൊക്കെ, ജിപ്സികളെ ഒക്കെ കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് അയച്ചു. അത് 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും മഹാനീചകൃത്യമാണ്. ആ ഹോളോകോസ്റ്റിന്റെ ഇരകളാണ് ജൂതന്മാർ. ആ ഇരകളിൽ പലരുമാണ് ഇസ്രായേലിൽ ഇപ്പോൾ ഉള്ളവരും മുമ്പുണ്ടായിരുന്നവരും അവിടെ ഇസ്രായേൽ എന്ന രാഷ്ട്രം സ്ഥാപിച്ചത്. പക്ഷെ ഈ ഹോളോകോസ്റ്റിൽ നിന്ന് അതിന്റെ ഇരകളായിരുന്ന ഒരു ജനതയിൽ നിന്ന് മറ്റൊരു ഹോളോകോസ്റ്റാണ്. അത് വാസ്തവത്തിൽ ഈ ഹോളോകോസ്റ്റ് എന്ന ആ മഹാപാതകത്തെ പിടിച്ചുകൊണ്ടാണ് പലസ്തീനികളെ വംശഹത്യ ചെയ്യുന്ന ഒരു തരം സാധൂകരണം നെതന്യാഹു അടക്കമുള്ള നേതാക്കൾ കണ്ടെത്തുന്നത്. അപ്പോൾ ഹോളോകോസ്റ്റ് എല്ലാവരും അപലപിക്കുന്ന അതിനീച കൃത്യമായിരുന്നു. പക്ഷെ ഇപ്പോൾ നടക്കുന്നത് ഈ ഹോളോകോസ്റ്റിന് ഇരകളായവർ തന്നെ അതിന്റെ പേരിൽ ലോകമൊട്ടാകെ സഹതാപം പിടിച്ചു പറ്റിയ ഒരു ജനത മറ്റൊരു ജനതയെ ഹോളോകോസ്റ്റിന് വിധേയമാക്കുന്നു. അത് ലോകം നിസ്സംഗതയോടെ കാണുന്നു. ആരും ഇടപെടുന്നില്ല. ഇപ്പോ ഞാൻ ഓർക്കുന്നത് ഈ 1948 മെയ് മാസത്തിലാണ് ഇസ്രായേൽ രാഷ്ട്രം പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ 1917 തന്നെ ബാൽഫോർ ഡിക്ലറേഷൻ പ്രഖ്യാപനത്തോടെ ഇസ്രായേൽ എന്ന രാഷ്ട്രം പ്രഖ്യാപിക്കുമെന്ന ജൂതരാഷ്ട്രം പലസ്തീനിൽ ഉണ്ടാക്കുമെന്ന ഉറപ്പ് ലഭിച്ചിരുന്നു. അപ്പോൾ അതൊരു പലസ്തീനിയൻ മാൻഡേറ്റഡ് ഭൂപ്രദേശമായിരുന്നു. അപ്പോൾ 47 മാൻഡേറ്റ് എന്റെ തീയതി തീരാൻ നേരം ഈ ഇസ്രായേൽ ഈ ജൂത ഗ്യാങ്ങുകൾ പെട്ടെന്ന് തന്നെ രാഷ്ട്രം പ്രഖ്യാപിക്കുകയാണ്. ഞാൻ നേരത്തെ മറ്റാത്ത ബെൻഗൂരിന്റെ കാര്യത്തിൽ പറയാൻ വിട്ടുപോയ കാര്യം, അദ്ദേഹത്തെ പറ്റി പറഞ്ഞത് അദ്ദേഹം ദേശീയ സുരക്ഷാ മന്ത്രി ആണെന്ന് മാത്രമല്ല, 90കളിൽ ഇഷാഖ് റാബിൻ വധിക്കപ്പെടുന്നതിന് മുമ്പും ഇത് റാബിന്റെ കാർ ഗരേജിൽ കയറി അദ്ദേഹത്തിന്റെ കാറിൽ നിന്ന് എന്തോ ഒരു ചെറിയ വസ്തു എടുത്ത് എനിക്ക് അത് ടിവിയിലൊക്കെ വന്നിരുന്നു. അതൊക്കെ എക്സിബിറ്റ് ചെയ്ത് വീരവാദം മുടക്കിയ 10-20 വയസ്സുള്ള ചെറുപ്പക്കാരനായിരുന്നു. അന്ന് ഇസ്രായേലിന്റെ മൊസാദല്ല, ആഭ്യന്തര രഹസ്യാന്വേഷണ പോലീസായ ഷിൻ ബെറ്റിന്റെ, അതായത് പൊട്ടൻഷ്യൽ അസാസിൻസ്, ഇസ്രായേലിന്റെ ഭരണകർത്താക്കളെ വധിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലിസ്റ്റിൽ, ആ ലിസ്റ്റിൽ പ്രധാനിയായിരുന്നു ഇന്നത്തെ ഇസ്രായേലിന്റെ ദേശീയ സുരക്ഷാ മന്ത്രി. റാബിനെ വധിച്ചു. ഇനി ആരെങ്കിലും വധിക്കാൻ ഷിൻബെറ്റ് ഉണ്ടാക്കിയ ലിസ്റ്റിലെ ഒരു അംഗം, ഒരു പേരായിരുന്നു ഇപ്പോഴത്തെ ദേശീയ സുരക്ഷാ മന്ത്രി. നമ്മുടെ നാട്ടിലുള്ള മാതിരി തന്നെ ജൂതന്മാരിൽ തന്നെ സംഘപരിവാറിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ RSS ഉണ്ട്, ഹിന്ദു മഹാസഭയുണ്ട്, ബജ്രംഗളുണ്ട്, VHP ഉണ്ട്, ശ്രീരാമസേനയുണ്ട്, അതുപോലെ ഹനുമാൻ സേന, പല പരിവാർ എന്ന് പറയുന്ന, അതുപോലെ ജൂതന്മാർക്കിടയിൽ വളരെ തീവ്രവാദികളായിട്ടുള്ള സയനിസ്റ്റുകളുണ്ട്. കുറച്ച് അല്പം മോഡറേറ്റ് ആയിരുന്നു. പലസ്തീന്റെ കാര്യത്തിൽ മാക്സിമം വിട്ടുവീഴ്ച എന്നതല്ല, ഒരു ദ്വിരാഷ്ട്ര പരിഹാരമൊക്കെ അംഗീകരിക്കാവുന്ന തരത്തിലുള്ള നേതാക്കളും ഉണ്ടായിരുന്നു. അവരൊന്നുമല്ല ഇപ്പോൾ ഇസ്രായേൽ ഭരിക്കുന്നത്. അപ്പോൾ 1948 ഇസ്രായേൽ പ്രഖ്യാപിച്ചപ്പോൾ ഈ അറബ് രാഷ്ട്രങ്ങൾ ഇസ്രായേൽ എന്ന രാജ്യത്തെ അംഗീകരിച്ചിരുന്നില്ല. അപ്പൊ ആദ്യത്തെ അറബ് ഇസ്രായേൽ യുദ്ധത്തിൽ അന്ന് ഇറാഖ് അന്നൊന്നും
പിന്നെ ജോർദാൻ, ഈജിപ്ത്, ഇവരൊക്കെയാണ്, സിറിയ. ആ യുദ്ധത്തിൽ അന്ന് ഇസ്രായേൽ ശക്തമായിരുന്നു പറഞ്ഞാൽ പടക്കോപ്പുകൾ വെസ്റ്റിൽ നിന്ന് അവർക്ക് കിട്ടിയിരുന്നു. ആ യുദ്ധത്തിൽ അറബ് രാഷ്ട്രങ്ങൾ പരാജയപ്പെട്ടു. മാത്രമല്ല, ഈ പലസ്തീനികൾക്ക് അവകാശപ്പെട്ടിരുന്ന ഭൂമിയുടെ 78% അന്ന് പിടിച്ചെടുത്തു. അത് പലസ്തീനികൾ പറയുന്നത് നക്ബ എന്നാണ്. അതായത് അത്രയും മഹാദുരന്തത്തെയാണ് അറബിയിൽ നക്ബ എന്ന് പറയാം. അന്ന് ഏതാണ്ട് 7.5 ലക്ഷത്തോളം പലസ്തീനികൾ അവരുടെ വീടുകളിൽ നിന്ന്, അവരുടെ ആവാസ ഭൂമികളിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെട്ടു. പലരെയും കൊന്നുതള്ളി. അന്ന് വീടിന്റെ വാതിൽ പൂട്ടി താക്കോലുമായി ഈ യുദ്ധം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തിരിച്ചു വരാമെന്ന് കരുതി പോയവരാണ് പിന്നീട് ജോർദാനിലും ലെബനനിലും സിറിയയിലും ഒക്കെയുള്ള അഭയാർത്ഥി ക്യാമ്പുകൾ. അവരുടെ പിൻതലമുറകളാണ് ഇപ്പോഴത്തെ പലസ്തീൻ അഭയാർത്ഥി ക്യാമ്പുകളിലുള്ള ഉള്ളത്. ആ അഭയാർത്ഥി ക്യാമ്പുകളിൽ പോയാൽ നമുക്ക് അന്ന് 48-ൽ വീട് പൂട്ടി ഇറങ്ങിയ ആ താക്കോൽ പലരും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. സംഗതി ഏതാണ്ട് 10-75 കൊല്ലം കഴിഞ്ഞു. പക്ഷേ ഇസ്രായേൽ ഇന്നും പറയുന്നത് എന്താണ്? അതായത് അന്ന് യു എന്നിന്റെ ഈ സമവാക്യ പ്രകാരം പലസ്തീനികൾക്ക് അവകാശപ്പെട്ട 78% ഭൂമിയാണത്. അത് പിടിച്ചെടുത്തു. മാത്രമല്ല, അവിടുന്ന് പോയ പലസ്തീനികളെ ഒരു കാലത്തും അങ്ങോട്ടേക്ക് പ്രവേശിപ്പിക്കില്ല എന്ന നിലപാടാണ് അന്നും ഇന്നും ഇസ്രായേൽ സ്വീകരിച്ചു പോയിരുന്നത്. ഈ അഭയാർത്ഥികൾക്ക് അവരുടെ സ്വന്തം വാസസ്ഥലത്തേക്ക്, അവരുടെ സ്വന്തം ഭൂമിയിലേക്ക്, വീട്ടിലേക്ക്, ആ വീടുകൾക്കൊപ്പം ഇസ്രായേലികളാണ്. അവിടെ തന്റെ വീട് കാണാൻ വേണ്ടി ആ പ്രദേശത്തേക്ക് പോയ പലസ്തീനിയൻ വനിത കാണുന്നത് ഇസ്രായേലികളാണ് താമസിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ ഈ ഇന്ത്യൻ വിഭജനം ഉർവശി കൂട്ടാളിയുടെ പുസ്തകം വായിച്ചാൽ നമുക്കറിയാം. അതിലൊക്കെ പാകിസ്ഥാനിലേക്ക് ഇപ്പം പോവാം. ഇപ്പം എന്ന് വെച്ചാൽ വിഭജനാനന്തരം കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ കുറച്ച് കാലുഷ്യങ്ങളൊക്കെ മാറിയപ്പോൾ പലരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി കണ്ടിട്ടുണ്ട്. അപ്പൊ അവരുടെയൊക്കെ വലിയ വലിയ ഹവേലികളൊക്കെ, നല്ല സമ്പന്നരായിട്ടുള്ള കുടുംബങ്ങൾ, സിഖുകാരും ഹിന്ദുക്കളും ഒക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ വീട് കിട്ടിയത് കയ്യിലെടുത്ത് പോകുന്നതാണ്. ഇവിടുന്ന് അങ്ങനെ മുസ്ലിങ്ങൾ അങ്ങനെ തിരിച്ചും ഒരു പ്രവാഹം. അപ്പൊ ആ വീടുകളിലൊക്കെ പാകിസ്ഥാനികളാണ് താമസിക്കുന്നത്. പക്ഷെ വീടിന്റെ പഴയ ഉടമസ്ഥനാണ് എന്ന് പറഞ്ഞപ്പോൾ ഒരു പാകിസ്ഥാനി കുടുംബം വളരെ സ്നേഹത്തോടെ സ്വീകരിക്കുകയും അദ്ദേഹത്തിന്റെ പരിചരിക്കുകയും ഒക്കെ ചെയ്ത കാലം. എന്നുവെച്ചാൽ ആ കാലുഷ്യം, വിഭജന കാലത്തെ കാലുഷ്യം മനസ്സിലാക്കാൻ നിങ്ങൾ സാദത്ത് ഹസൻ മാൻഡോയുടെ കഥകൾ മാത്രം വായിച്ചാൽ മതി. ചരിത്ര പുസ്തകങ്ങളൊന്നും വായിക്കുന്നില്ല. ഹസൻ മാൻഡോയുടെ കഥകൾ ഗംഭീര, അത്രയും ഇതായിട്ട് വിഭജനത്തെ ഇതാക്കുന്നത്. ഇവിടെയും ഒരു മഹാവിഭജനമാണ് നടന്നിരിക്കുന്നത്. സാദത്ത് ഹസൻ മാൻഡോയുടെ കുറെ കഥകളുണ്ട്. അതിൽ കോൾ ദോ ഓപ്പൺ എന്ന് പറയുന്ന ഒരു കഥ നിങ്ങൾ കേട്ടിരിക്കും, വായിച്ചിരിക്കും. അപ്പോൾ വിഭജന കാലത്ത് ഒരു പിതാവിന്റെ പുത്രിയെ കാണാതാവുന്നു. അങ്ങനെ പിതാവ് അലഞ്ഞ് തിരിഞ്ഞ് ആ പെൺകുട്ടിയെ കണ്ടെത്തുന്നു. കൗമാരക്കാരിയാണ്, ഒരു ആശുപത്രിയിലാണ് കണ്ടെത്തുന്നത്. അപ്പൊ പിതാവിന് തന്റെ മകളെ കണ്ടെത്തിയതിൽ വലിയ സന്തോഷം തോന്നുന്നു. ഡോക്ടർ ജനൽ വിൻഡോ തുറക്കാൻ കോൾ ദോ, ഹിന്ദിയിൽ കോൾ ദോ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ കൗമാരക്കാരി തന്റെ 2 കാലുകളും വിടർത്തി വെക്കുന്ന ഒരു അവസ്ഥയിലാണ് കഥ അവസാനിക്കുന്നത്. അപ്പൊ 1948 തന്നെ പലസ്തീനികൾക്ക് അവകാശപ്പെട്ട UN സമവാക്യ പ്രകാരം 78% പിടിച്ചെടുത്തു. പിന്നെ 1967 6 ദിവസ യുദ്ധം, ജൂൺ യുദ്ധം എന്നൊക്കെ അറിയപ്പെടുന്ന ജൂൺ 10 വരെ നീണ്ടുനിന്ന 6 ദിവസ അറബ് ഇസ്രായേൽ യുദ്ധത്തിൽ ഏതൊക്കെ പിന്നെ അവശേഷിച്ച ഈ 22% പിന്നെ ബാക്കിയായത്
അതിൽ ഗാസ, വെസ്റ്റ് ബാങ്ക്, സിറിയയുടെ ഗൊലാൻ കുന്നുകൾ, ഗൊലാൻ ഹൈറ്റ്സ്, ഈജിപ്തിന്റെ സിനായ് പെനിൻസുല, സിനായ് ഉപദ്വീപ്, കിഴക്കൻ ജെറൂസലേം, ഇതൊക്കെ പിടിച്ചെടുത്തു. ഇതിൽ ഈജിപ്തിന്റെ സിനായ് പെനിൻസുല മാത്രമാണ് തിരിച്ചു കൊടുത്തത്. അത് 79 ഉണ്ടാക്കിയ കരാർ പ്രകാരം ഈജിപ്ത് ഇസ്രായേലിനെ അംഗീകരിച്ചു. അങ്ങനെ ആ സിനായ് പെനിൻസുല തിരിച്ചു കൊടുത്തു. ഇപ്പോഴും ഗാസ, വെസ്റ്റ് ബാങ്ക്, കിഴക്കൻ ജെറൂസലേം ഇത് ഇസ്രായേലിന്റെ അധീനതയിലുള്ള, അവിടെ ഇപ്പം ഹമാസ് ഭരിച്ചിട്ടില്ലേ, അല്ലെങ്കിൽ ഫത്താ പാർട്ടി പലസ്തീനിയൻ അതോറിറ്റി ഭരിച്ചിട്ടില്ലേ, ഭരിക്കുന്നില്ലേ എന്ന് ചോദിച്ചാൽ ഭരണം ഇതാണ്. വിദ്യാഭ്യാസം, സിവിൽ വിദ്യാഭ്യാസം, ആരോഗ്യം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതിന്റെ കരയും ആകാശവും കടലും ഒക്കെ ഇസ്രായേലിന്റെ പരമാധികാര പ്രദേശമായി തന്നെയാണ്, അധിനിവേശ പ്രദേശമായിട്ടാണ് നിൽക്കുന്നത്. അല്ലാതെ സ്വതന്ത്ര രാജ്യങ്ങളൊന്നുമല്ല. അപ്പൊ നോക്കൂ, 67 ആ യുദ്ധത്തിൽ പലസ്തീൻ, ആ മാൻഡേറ്റഡ് പലസ്തീൻ മൊത്തം, ഇന്ന് ആ പലസ്തീൻ മൊത്തം പിടിച്ചെടുത്തു. അപ്പൊ ഒരുപക്ഷെ 20-ാം നൂറ്റാണ്ടിൽ ഹാരി ട്രൂമാന് ശേഷം ഇത്രമേൽ പലസ്തീൻ ഇസ്രായേൽ അനുകൂല പ്രസിഡന്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാ അമേരിക്കൻ പ്രസിഡന്റുമാരും ഇസ്രായേൽ സ്ഥാപിതമായ 48 മുതൽ അതിശക്തമായ ഇസ്രായേൽ അനുകൂല നിലപാട് സ്വീകരിച്ചവരാണ്. അതിൽ ഏറ്റവും ഇസ്രായേലിന്റെ സ്നേഹ വാത്സല്യത്തോടെ ആശ്ലേഷിച്ച, പരിലംബനം ചെയ്ത പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ തീർച്ചയായും നമുക്ക് പറയാൻ പറ്റും, ഡൊണാൾഡ് ട്രംപ് ആണ്. ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ എങ്ങനെയാണ് വന്നത്? ഈ പ്രാവശ്യം മാഗ, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്ന ഒരു കോൺസ്റ്റിറ്റ്യുവൻസി, നിയോജക മണ്ഡലം അമേരിക്കയിലുണ്ട്. അവരുടെ ആവശ്യം, അമേരിക്ക അനാവശ്യമായി ഒരുപാട് വിദേശ യുദ്ധങ്ങളിൽ ഇടപെട്ടു. അത് അമേരിക്കക്ക് മഹാദോഷമാണ് വരുത്തിയത്. ഒന്നാമത് 2003 ഇറാഖ് യുദ്ധം, 2001 അഫ്ഗാനിസ്ഥാൻ യുദ്ധം, ലിബിയ, അങ്ങനെ ഒരുപാട് മിഡിൽ ഈസ്റ്റിൽ തന്നെ അമേരിക്ക യുദ്ധങ്ങൾ, ആ യുദ്ധങ്ങളെ എതിർത്തവരുടെ ഒരു നിയോജക മണ്ഡലമാണ് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ. ആ നിയോജക മണ്ഡലത്തിന് പേർത്തും നാളുകൾക്ക് 40 വട്ടം ട്രംപ് അന്ന് വാഗ്ദാനം നൽകിയത് നോ മോർ ഫോറവർ വാർസ്. ഇനി അമേരിക്ക നിതാന്ത യുദ്ധങ്ങളിലേക്കില്ല. ഇനി അമേരിക്ക മറ്റൊരു രാജ്യത്തിന്റെ മണ്ണിൽ അമേരിക്കൻ ബൂട്ടുകൾ, സൈനിക ബൂട്ടുകൾ പതിയില്ല. മാത്രമല്ല, ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ, ലിബിയ പോലുള്ള അമേരിക്കൻ ഭരണകൂടങ്ങൾ നടത്തിയ യുദ്ധങ്ങൾ അബ്സേർഡ് ആയിരുന്നു, മൂഢത്വമായിരുന്നു, വങ്കത്വമായിരുന്നു. അങ്ങനെയുള്ള മൂഢത്വത്തിന് എന്നെ കിട്ടില്ല എന്നൊക്കെ വീരവാദം മുഴക്കി വന്ന ആളാണ് ഈ ട്രംപ്. ട്രംപിന്റെ മുൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിരുന്ന ജോൺ ആർ ബോൾട്ടൺ, അദ്ദേഹം 2016-2020 കാലത്ത് UN-ൽ അമേരിക്കയുടെ അംബാസഡറായിരുന്നു. അതിനുശേഷം അമേരിക്കയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിരുന്നു. അദ്ദേഹം ബരാക് ഒബാമയുടെ അവസാന കാലത്ത് 2015 മാർച്ചിൽ അദ്ദേഹം ഒരു ആർട്ടിക്കിൾ എഴുതി, ടു സ്റ്റോപ്പ് ഇറാൻസ് ബോംബ് ഇറാൻ, ടു സ്റ്റോപ്പ് ഇറാൻസ് ബോംബ് ഇറാൻ. ബോൾട്ടൺ ഇപ്പോൾ അമേരിക്കൻ, 2ാം ടേമിൽ ട്രംപിന്റെ അമേരിക്കൻ അഡ്മിനിസ്ട്രേഷനിൽ ഇല്ല. പക്ഷേ ട്രംപിന്റെ ആദ്യ ടേമിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രമുഖനായിട്ടുള്ള ആളായിരുന്നു ജോൺ ബോൾട്ടൺ. അദ്ദേഹം എഴുതിയതാണ് ഇപ്പോൾ അമേരിക്ക നടപ്പാക്കിയത്, ടു സ്റ്റോപ്പ് ഇറാൻസ് ബോംബ് ഇറാൻ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഇസ്രായേലും അല്ലെങ്കിൽ ബെഞ്ചമിൻ നെതന്യാഹു കുറെ കാലമായി വെള്ളത്തിൽ കടിച്ചു തൂങ്ങി നിൽക്കുകയാണ് ഈ ആരോപണങ്ങളൊക്കെ ഉണ്ടായിട്ട്. ഗാസ യുദ്ധത്തിലെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ പോലും അവിടെ വംശഹത്യയാണ് നടക്കുന്നത്, അന്താരാഷ്ട്ര നീതിന്യായ കോടതി യുദ്ധക്കുറ്റവാളിയാണ് എന്നും പ്രഖ്യാപിച്ചു അറസ്റ്റ് ചെയ്യപ്പെടാം. അദ്ദേഹം അറസ്റ്റ് ചെയ്യാത്ത രാജ്യങ്ങളിലേ പോകുന്നുള്ളൂ. യൂറോപ്യൻ രാജ്യങ്ങൾ പോലും ചില നേതാക്കൾക്കെതിരെ സാങ്ഷൻസ് പ്രഖ്യാപിച്ചു. ഗാസയിൽ നടക്കുന്നത് വംശഹത്യ സമാനമായ, അല്ലെങ്കിൽ വംശഹത്യ തന്നെയായ ഒരു വംശീയ ഉന്മൂലനമാണെന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ വരെ പറയാൻ തുടങ്ങിയിരിക്കുന്നു ഇപ്പോൾ.
അതിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ഒരു ആക്രമണം മാത്രമായിരുന്നില്ലത്. അത് അങ്ങനെയുള്ള ഒരു ഉദ്ദേശം കൂടി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മനസ്സിൽ തീർച്ചയായും ഉണ്ടായിരുന്നിരിക്കണം. 2000 സയാമീസ് ഇരട്ടകളെ പോലെയാണ് ഈ നെതന്യാഹുവും ഈ ട്രംപും. ഇപ്പോ അമേരിക്ക നതാൻസിലും ഫോർദോവിലും ഇസ്ഫഹാനിലും B-2 ബോംബർ ഉപയോഗിച്ച് ബങ്കർ ബസ്റ്റർ ബോംബ്സ് 16 ഇട്ടു. അത് ലോകത്തിലെ ഏറ്റവും ശക്തമായ ആണവേതര ബോംബ് ആണത്. അപ്പോ എന്നിട്ട് നെതന്യാഹു അന്നെന്താണ് പറഞ്ഞത്? ഞാനും ട്രംപും കൂടെ പറയാനുള്ള കാര്യം പീസ് ത്രൂ സ്ട്രെങ്ത്. സ്ട്രെങ്ത് കംസ് ഫസ്റ്റ്, പീസ് നെക്സ്റ്റ്. ഞാനും ട്രംപും കൂടെ പറയാനുള്ള കാര്യം സമാധാനം, സമാധാനം ശക്തിയിലൂടെ, ശക്തി പ്രകടനത്തിലൂടെ, പേശി ബലത്തിലൂടെ, സൈനിക ശക്തിയിലൂടെ. ആദ്യം ബലപ്രയോഗം, ശക്തി പ്രകടനം, രണ്ടാമത് സമാധാനം. അപ്പൊ ഈ യുദ്ധത്തിലേക്ക് അമേരിക്കയെ വലിച്ചെടുക്കേണ്ടത് നെതന്യാഹുവിന്റെ ആവശ്യം വളരെ അധികമായിരുന്നു. അത് നെതന്യാഹുവിന്റെ അഭീഷ്ടത്തിന് വഴങ്ങി ഈ യുദ്ധത്തിലേക്ക് അമേരിക്ക വരികയും ചെയ്തു. ഞാൻ പറഞ്ഞു വന്നത് 2018 ട്രംപിന്റെ ആദ്യ ടേമിൽ ജെറൂസലേം അത് ഇസ്രായേൽ പലസ്തീൻ ചർച്ചകളെ തുടർന്ന് ഈ ദ്വിരാഷ്ട്ര ഓസ്ലോ അക്കോർഡിന്റെ ഒക്കെ ഫലമായി ഉണ്ടായിട്ടുള്ള ഈ 2 നേഷൻ സൊല്യൂഷൻ അതൊക്കെ ആയി വന്ന് ചർച്ചകളിലൂടെ ഉരുത്തിരിയേണ്ടതാണ് ജെറൂസലേമിന്റെ പദവി. അതൊന്നുമില്ല. അതാണ് അന്താരാഷ്ട്ര സമവായം. അമേരിക്കൻ സഖ്യ ശക്തികളുടെ പോലും നിലപാട് അതാണ്. ജെറൂസലേമിന്റെ അന്തിമ പദവി നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. അവിടെ ഇസ്രായേലിന് അധികാരമൊന്നുമില്ല ഇപ്പോൾ. ആ അന്താരാഷ്ട്ര സമവായത്തെ ഒക്കെ അഗണ്യ കോടിയിൽ തള്ളിയാണ് ട്രംപ് 2018 എന്ത് ചെയ്തത്? ജെറൂസലേമിലേക്ക് അമേരിക്കൻ എംബസി ടെൽ-അവീവിൽ നിന്ന് മാറ്റിയത്. അത് മാത്രമല്ല, ജെറൂസലേമിനെ ഇസ്രായേലിന്റെ തലസ്ഥാനമായി പ്രഖ്യാപിക്കുകയും ചെയ്തു ട്രംപ് 2018. 2019 ഗോലാൻ കുന്നുകൾ, ഗോലാൻ ഹൈറ്റ്സ്, അത് സിറിയയുടെ ഭാഗമായിരുന്നു. അത് 1967 പിടിച്ചെടുത്തതാണ് സിറിയയിൽ നിന്ന്. അത് സിറിയയുടെ ഭാഗമല്ല എന്ന് ഇന്ന് ലോകത്ത് ഒരു രാജ്യവും പറയുന്നില്ല. എല്ലാവരും പറയുന്നത് സിറിയയുടെ ഭാഗം തന്നെയാണ്. ഇസ്രായേൽ തിരിച്ചു കൊടുക്കണം. അമേരിക്കൻ സഖ്യരാഷ്ട്രങ്ങൾ പോലും പറയുന്നതാണ് അതാണ്. 2019 ഈ ട്രംപ് ഗോലാൻ കുന്നുകൾ സിറിയയുടെ അവിച്ഛിന്ന ഭാഗമായ, ഇന്നും ഭാഗമായ 67 ഇസ്രായേൽ പിടിച്ചെടുത്ത യുദ്ധത്തിൽ അത് ഇസ്രായേലിന്റെ പരമാധികാര പ്രദേശമാണെന്ന് കൂടി പ്രഖ്യാപിച്ചു. അതിനും അന്താരാഷ്ട്ര അമേരിക്കൻ സഖ്യകക്ഷികളുടെ പോലും അനുമതിയില്ല, പ്രഖ്യാപിച്ചു. അതിന് പ്രത്യുപകാരം എന്നോണം നെതന്യാഹു എന്താ ചെയ്തത്? ഗോലാൻ കുന്നുകളിൽ നെതന്യാഹു അധികാരത്തിലെത്തിയതിനു ശേഷമാണ് വെസ്റ്റ് ബാങ്കിലും ജെറൂസലേമിന്റെ അടുത്തും അതുപോലെ ഗോലാൻ കുന്നുകളിലും ഒക്കെ ഈ ജൂത അധിവാസ കേന്ദ്രങ്ങൾ ഇങ്ങനെ നിരന്തരമായിട്ട് സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ തന്നെ 7 ലക്ഷത്തോളം ജൂതന്മാരെ ഈ പലസ്തീൻ ഭൂമികളിലേക്ക് ഈ സെറ്റിൽമെന്റ്സ് വ്യാപിച്ചു കഴിഞ്ഞു. അപ്പൊ ഗോലാൻ കുന്നുകളിലെ ഒരു ജൂത അധിവാസ കേന്ദ്രത്തിൽ ആകെ ചെറിയൊരു ഗ്രാമം, ആകെ 70 സ്ത്രീ പുരുഷന്മാരുണ്ട്. 60ഓളം 13 വയസ്സിൽ താഴെയുള്ള കുട്ടികളുണ്ട്. ആ സെറ്റിൽമെന്റിന് ട്രംപ് ഹൈറ്റ്സ് എന്ന് പേരിടുകയാണ്. ട്രംപ് ഹൈറ്റ്സ്. അതിനു മുമ്പ് നമുക്ക് ഇറാന്റെ ഈ ആണവ പദ്ധതി നോക്കൂ. 2018 ട്രംപ് ഇറാനുമായി ബരാക് ഒബാമ P5+1, P5 എന്ന് പറഞ്ഞ പെർമനന്റ് മെമ്പേഴ്സ് ഓഫ് ദി സെക്യൂരിറ്റി കൗൺസിൽ ഓഫ് UN, ഐക്യരാഷ്ട്രസഭയിലെ സുരക്ഷാ കൗൺസിലിലെ 5 സ്ഥിരം പ്രതിനിധികൾ, അമേരിക്ക, റഷ്യ, ചൈന, ബ്രിട്ടൻ, ഫ്രാൻസ് +1 ജർമ്മനി, ഒബാമയുടെ നേതൃത്വത്തിൽ വളരെ ബുദ്ധിമുട്ടി ഉണ്ടാക്കി എത്തിച്ചേർന്ന ഒരു കരാറായിരുന്നു എന്ന് 2015 ജോയിന്റ് കോംപ്രഹെൻസീവ് ആക്ഷൻ പ്ലാൻ.
ആ കരാറ് എളുപ്പത്തിൽ സാധിച്ച കരാറല്ല. അത് ഒരുപാട് ചർച്ചകൾക്ക് ശേഷം 2015 ജൂൺ മാസത്തിൽ ആണ് ഒപ്പുവെക്കപ്പെട്ടത്. ആ ഈ കരാറ് ആവും എന്ന് ഉറപ്പു വന്ന ആ ഘട്ടത്തിലാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ വലിയ നേതാവായിരുന്ന ജോൺ ബോൾട്ടൺ, പിന്നീട് ട്രംപിന്റെ ആദ്യത്തെ അഡ്മിനിസ്ട്രേഷനിലെ ഈ പദവികളൊക്കെ വഹിച്ചിരുന്ന ജോൺ ബോൾട്ടൺ, അതിന് 2 മാസം മുമ്പാണ് ടു സ്റ്റോപ്പ് ഇറാൻസ് ബോംബ് ഇറാൻ എന്ന തലക്കെട്ടിൽ ദ ന്യൂയോർക്ക് ടൈംസ് ലേഖനം എഴുതിയത്. അപ്പൊ ഈ 2015 കരാറ് വാസ്തവത്തിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം അതിൽ ഇറാൻ സമ്മതിച്ചു 24 മണിക്കൂറും തങ്ങളുടെ ആണവ കേന്ദ്രങ്ങളിൽ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ ഉദ്യോഗസ്ഥർക്ക് 24 മണിക്കൂറും പരിശോധിക്കാം. തങ്ങളുടെ കയ്യിലുള്ള സമ്പുഷ്ടീകരിച്ച, അതായത് 60 കൂടുതൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം, അപ്പോഴും വെപ്പൺ ഗ്രേഡ് യുറേനിയം ഇല്ല. ഒരു ആണവായുധം നിർമ്മിക്കാൻ 90%-ഓ അധികമോ സമ്പുഷ്ടീകൃതമായിട്ടുള്ള യുറേനിയം അല്ലെങ്കിൽ പ്ലൂട്ടോണിയം ആവശ്യമാണ്. അതില്ല, അതന്നും ഇന്നുമില്ല. അന്ന് 98% സമ്പുഷ്ടീകരിച്ച യുറേനിയവും ഞങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. ഇറാൻ സമ്മതിച്ചു. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ 24/7 hours ഇൻസ്പെക്ഷൻ അനുവദിച്ചു. അതുപോലെ തന്നെ സിവിലിയൻ ആണവോർജ ഉൽപാദനത്തിന് വേണ്ട സമ്പുഷ്ടീകരിച്ച യുറേനിയം ലെവൽ, ആ തോത് 3.67% അതേ ഉൽപ്പാദിപ്പിക്കൂ എന്നും സമ്മതിച്ചു. അങ്ങനെ ഇറാന്റെ ആണവ പദ്ധതി ചുരുങ്ങിയത് 15 കൊല്ലം നീട്ടിക്കൊണ്ടുപോയ ബരാക് ഒബാമയും അന്നത്തെ ഈ രാഷ്ട്ര നേതാക്കളുമൊക്കെ ഏറെ അഭിമാനിച്ച ഒരു കരാറായിരുന്നു അത്. ആ കരാർ അനുസരിച്ച് ഇറാൻ പ്രവർത്തിച്ചു വരികയുമായിരുന്നു. എന്ന് വെച്ചാൽ ഈ ആണവോർജ ഏജൻസിയുടെ ആളുകൾക്ക് പ്രവേശനം നൽകി. അങ്ങനെ 2018 പൊടുന്നനെ ട്രംപ് നെതന്യാഹുവിന്റെ സമ്മർദ്ദത്തിന് വേണ്ടി ആ കരാറിൽ നിന്ന് പിന്മാറി. ദിസ് ഇസ് ടെറിബിൾ ആൻഡ് വൺ സൈഡഡ് എന്ന് പറഞ്ഞിട്ടാണ് പിന്മാറിയത്. ആ പിന്മാറ്റത്തോടെ ഈ യൂറോപ്യൻ രാഷ്ട്രങ്ങളും റഷ്യയും ഒക്കെ അന്താളി ചതിശയിച്ചു. ആ കരാർ പുനരുജ്ജീവിപ്പിക്കുക, അത് വീണ്ടും ഒന്ന് പുനരുജ്ജീവിപ്പിക്കാൻ അവർ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. അന്ന് മുതൽ വീണ്ടും ഇറാൻ ഈ നോ ഹൗ എക്സ്പെർട്ടൈസ് ഉണ്ടല്ലോ. അപ്പൊ ഇറാന്റെ ഈ ന്യൂക്ലിയർ ആണവ സാങ്കേതിക ജ്ഞാനം എന്നാണ് ആരംഭിക്കുന്നത്? 1979 ഈ ഇസ്ലാമിക് റിപ്പബ്ലിക് ആ റവല്യൂഷൻ വിപ്ലവം നടന്നതിന് ശേഷമാണ്. അല്ല, 1950-കളിൽ തന്നെ ഇറാന്റെ ആണവ പ്രവർത്തനങ്ങൾക്ക് പാശ്ചാത്യ ചേരി സമ്മതം മൂടിയിരുന്നു. അന്നു മുതൽ തുടങ്ങിയതാണ്. 1953 ഇറാനിൽ ഇറാനികളെ ഏറ്റവും അധികം ബഹുമാനിച്ചിരുന്ന ഒരു ദേശീയവാദിയായിട്ടുള്ള നേതാവുണ്ടായിരുന്നു. അദ്ദേഹമായിരുന്നു ഇറാൻ ഭരിച്ചിരുന്നത്, മുഹമ്മദ് മൊസാദിഖ് അധികാരമേറ്റ ഉടനെ ബ്രിട്ടീഷ് ഓയിൽ കമ്പനികളെയൊക്കെ ദേശാസൽക്കരിച്ചു. അന്ന് അമേരിക്കൻ ഓയിൽ കമ്പനികളാണ് ഇറാന്റെ ഓയിലൊക്കെ കൊണ്ടുപോയിരുന്നത്. അങ്ങനെ ദേശാസൽക്കരിച്ചപ്പോൾ CIA M16 ഈ രണ്ട്, പ്രധാനമായും CIA നടത്തിയ ഒരു അട്ടിമറിയിലൂടെ മുഹമ്മദ് മൊസാദിഖിനെ പുറത്താക്കിയാണ് മുഹമ്മദ് റസാ ഷാ പഹ്ലവിയെ, അമേരിക്കയുടെ കൂടാരത്തിലെ ഉറ്റ ചങ്ങാതിയായ പ്രിയങ്കര കഥാപാത്രമായിട്ടുള്ള ഷായെ അധികാരത്തിൽ കൊണ്ടുവരുന്നത്. ഷാ അധികാരത്തിൽ 79 വരെ ഉണ്ടായിരുന്നപ്പോൾ ഇറാനിൽ ന്യൂക്ലിയർ പ്ലാന്റ്സ് സ്ഥാപിക്കാനുള്ള അനുമതി യാതൊരു മടിയുമില്ലാതെ അമേരിക്കയും മറ്റു രാജ്യങ്ങളും ജർമ്മനി അടക്കമുള്ളവർ നൽകി. അങ്ങനെ ഏതാണ്ട് 10-20ഓളം ന്യൂക്ലിയർ പ്ലാന്റുകൾ സ്ഥാപിക്കാനുള്ള പദ്ധതി ഉണ്ടായിരുന്നു. ജർമ്മൻ കമ്പനിയായിട്ടുള്ള സീമെൻസിന്റെ സഹായത്തോടെ ഇറാനിൽ ബുഷർ എന്ന് പറയുന്ന തെക്കൻ നഗരത്തിൽ ഒരു പ്ലാന്റ് തുടങ്ങി. അങ്ങനെ 1970-കളുടെ മധ്യത്തിൽ ഷായോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ സിവിലിയൻ ന്യൂക്ലിയർ പദ്ധതി അണ്വായുധങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുമോ? ചിലപ്പോൾ ഞങ്ങൾ അണ്വായുധങ്ങളും ഉണ്ടാക്കും, ഞങ്ങൾക്ക് അതിന്റെ പ്രശ്നമില്ല, ആരും ഞങ്ങളെ എതിർക്കാൻ പോകുന്നില്ല. അന്ന് അമേരിക്ക ഒന്നും പറഞ്ഞില്ല. കാരണം അന്ന് ഇറാൻ എന്ന് പറഞ്ഞാൽ, ഷായുടെ ഇറാൻ എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ചേരിയിൽ ശീതയുദ്ധത്തിന്റെ 2 ബ്ലോക്കിൽ
അമേരിക്കൻ ജയിലിൽ അതിശക്തമായി നിന്ന രാജ്യമാണ്. അപ്പൊ നമ്മൾ ഓർക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. 1965 ഇന്ത്യ പാക് യുദ്ധത്തിലും 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിലും പാകിസ്ഥാനെ പിന്തുണച്ച രാജ്യമാണ് ഇറാൻ. ഇറാന്റെ ഷാ ഭരണകൂടം അമേരിക്കൻ ജയിലിലുള്ള. അതേസമയം ഇറാനിൽ ഇസ്ലാമിക റിപ്പബ്ലിക് നിലവിൽ വന്ന ശേഷം ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ഇറാൻ പാകിസ്ഥാൻ അനുകൂല നിലപാട് പ്രത്യക്ഷത്തിൽ കൈക്കൊള്ളാറില്ല. 1994 UN-ന്റെ മനുഷ്യാവകാശ കമ്മീഷൻ ബന്ധപ്പെട്ട സംഘടനയിൽ കാശ്മീർ പ്രശ്നം പാകിസ്ഥാൻ ഉയർത്തിക്കൊണ്ടുവന്നപ്പോൾ OSCE രാജ്യമായ ഇറാനാണ് അത് ബ്ലോക്ക് ചെയ്തത്. ഇറാനിൽ നമുക്ക് വ്യാപാര ബന്ധങ്ങളുണ്ട്. അവിടെ ചബഹർ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട തുറമുഖം വികസിപ്പിക്കുന്നത് ഇന്ത്യയാണ്. ആ തുറമുഖത്തിന്റെ വികാസം നടന്നാൽ, പണി പൂർത്തീകരിച്ചാൽ ഇന്ത്യക്ക് പാകിസ്ഥാൻ ബൈപ്പാസ് ചെയ്ത് അഫ്ഗാനിസ്ഥാനും സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളുമായിട്ട് നേരിട്ട് വ്യാപാര വാണിജ്യ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ പറ്റും. അപ്പൊ ഷായുടെ ഇറാൻ അങ്ങനെ ആയിരുന്നില്ല. ഷായുടെ ഇറാൻ പാകിസ്ഥാൻ അനുകൂല എന്ന് പറഞ്ഞാൽ അമേരിക്ക എന്ത് പറയുന്നു അത് ചെയ്യുക എന്നതായിരുന്നു ഷായുടെ ഇറാന്റെ വിദേശ നയം. ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ പൗരോഹിത്യ ഭരണമാണ്. അവിടെ ജനാധിപത്യമുണ്ട്, തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നുണ്ട്. അഹമ്മദി നജാദിനെ പോലെ വളരെ തീവ്ര മനോഭാവമുള്ള ഇസ്ലാമിസ്റ്റുകൾ, ഷിയ ഇസ്ലാമിസ്റ്റുകൾ അവിടെ പ്രധാനമന്ത്രി ആയിട്ടുണ്ട്. എന്നാൽ മുഹമ്മദ് ഖത്തമിയെ പോലെ, റഫ്സൻജാനിയെ പോലെ വളരെ മോഡറേറ്റ് ആയിട്ടുള്ള കുറെയൊക്കെ ഇറാന്റെ മുന്നേറ്റം ഈ വെല്ലുവിളികളും വീരവാദങ്ങളും ഭീഷണികളും ഒന്നും മുഴക്കാത്ത, അല്ലെങ്കിൽ നജാദൊക്കെ ഇങ്ങനെ ഇസ്രായേലിന്റെ ഭൂപടത്തിൽ നിന്ന് തുടച്ചു മാറ്റും എന്നൊക്കെ പറഞ്ഞ അങ്ങനെയൊന്നല്ല ഖത്തമിയൊന്നും. ഇറാനിന്റെ മുണ്ട് പലതരക്കാർ. അവിടെ ഒരു ജനാധിപത്യ ഭരണക്രമം ഉണ്ടെങ്കിലും ആത്യന്തികമായ ഭരണത്തിന്റെ ചെങ്കോൽ കടിഞ്ഞാൽ ഈ പൗരോഹിത്യ സംഘത്തിനാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. എന്നാൽ പോലും ഇന്ത്യയോട് ഭൗമരാഷ്ട്രീയ തലത്തിൽ ഷായുടെ ഇറാൻ അപേക്ഷിച്ച് എത്രയോ നല്ല സമീപനം എടുത്തു പോകുന്ന രാജ്യമാണ് ഇറാൻ. ഇന്ത്യ എന്താണ് ചെയ്തത്? ഇന്ത്യ കഴിഞ്ഞ ഏതാനും 2 മാസങ്ങൾക്കിടെ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, 2 കാര്യങ്ങളിൽ നിന്ന് ഇന്ത്യയുടെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സമീപനം ഉണ്ടായി. ഗാസയിൽ അടിയന്തരമായ ഒരു വെടിനിർത്തൽ വേണമെന്ന പ്രമേയം ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ വന്നപ്പോൾ ഇന്ത്യ, അമേരിക്ക അതിനെ എതിർത്തു. അമേരിക്ക എല്ലാ കാലത്തും ഇസ്രായേലിന് വേണ്ടി വീറ്റോ ചെയ്ത രാജ്യമാണ്. ഇന്ത്യ ആ പ്രമേയത്തിൽ നിന്ന് വോട്ട് ചെയ്യാതെ അബ്സ്റ്റെയിൻ ചെയ്തു, മാറിയുന്നു. എന്ന് വെച്ചാൽ ആ പ്രമേയത്തെ തങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നാണ് അർത്ഥം. യുക്രൈൻ റഷ്യ യുദ്ധം ഉണ്ടായപ്പോൾ ഇന്ത്യ പല പ്രമേയങ്ങളിൽ നിന്ന് അബ്സ്റ്റെയിൻ ചെയ്തിരുന്നു. അത് റഷ്യ പല കാര്യങ്ങളിലും ഇന്ത്യക്ക് അനുപേക്ഷണീയമാണ്. അതുകൊണ്ട് റഷ്യക്ക് എതിരായി വോട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ റഷ്യൻ അനുകൂല നിലപാടാണ്. അത് പാശ്ചാത്യ ചേരിയുടെ വൻ സമ്മർദ്ദമുണ്ടായി ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് മേൽ, വിദേശകാര്യമന്ത്രിക്ക് മേൽ. എന്താണ് യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു നിലപാട് എടുക്കുന്നത്? അപ്പോൾ വ്ളാദിമിർ സെലൻസ്കിയെ കീവിൽ പോയി കണ്ടു, ഒന്ന് കെട്ടിപ്പിടിച്ചു. അതിനു മുമ്പ് വ്ളാദിമിർ പുടിനെ 3 പ്രാവശ്യം കെട്ടിപ്പിടിച്ചിരുന്നു മോദി. എന്നിട്ട് പുടിനെ കണ്ടപ്പോൾ ഒരു ഒഴുക്കൻ മട്ടിലൊരു പ്രസ്താവന നടത്തി, ഇപ്പോൾ യുദ്ധത്തിന്റെ കാലമല്ല. അതാർക്കും പറയണം. ഇപ്പോൾ യുദ്ധത്തിന്റെ, ഏത് യുദ്ധത്തിന്റെ? യുക്രൈൻ റഷ്യ യുദ്ധം നിർത്തണം എന്ന് വെസ്റ്റേൺ ചേരി പറയുന്ന മാതിരി അതികർക്കശമായി അല്ല, ഇപ്പോൾ യുദ്ധത്തിന്റെ കാര്യമല്ല. അത് ഇന്ത്യൻ മീഡിയ കൊണ്ടാടി. നോക്കൂ, റഷ്യയെ നോക്കി ഉന്നം വെച്ച് കടുത്ത ഭാഷയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചിരിക്കുന്നു. ഇത് യുദ്ധത്തിന്റെ കാലമല്ല. അതേപോലെ അല്ല. റഷ്യ ഇന്ത്യ സൗഹൃദം എന്ന് പറഞ്ഞാൽ കുറെ കാലമായിട്ടുള്ള കാര്യമാണ്. ആ ചരിത്രത്തിലേക്ക് ഞാൻ പോകുന്നില്ല. 71 യുദ്ധത്തിൽ റഷ്യയുടെ ആ ഒരു ഗ്യാരണ്ടി കിട്ടിയില്ലായിരുന്നുവെങ്കിൽ 10 ദിവസം കൊണ്ട് യുദ്ധം തീർക്കുകയും ബംഗ്ലാദേശ് എന്ന രാജ്യം സോവിയറ്റ് യൂണിയന്റെ സഹായങ്ങൾ ഉണ്ടാവുമായിരുന്നില്ല. അപ്പോ
ആ യുദ്ധത്തിലേക്കല്ലേ. ആ യുദ്ധത്തിന്റെ ഒരു പശ്ചാത്തലം എന്താണെന്ന് വെച്ചാൽ ഒരു സോവിയറ്റ് യൂണിയൻ പിരിച്ചുവിടപ്പെടുമ്പോൾ ഗോർബച്ചേവിന് പിന്നീട് ബോറിസ് യെൽസിന് പാശ്ചാത്യ ചെയ്തി അമേരിക്ക നാറ്റോ കൊടുത്ത ഉറപ്പ് ജർമ്മനിയിൽ നിന്ന് 1 ഇഞ്ച് ദൂരത്തേക്ക് നാറ്റോ വ്യാപിപ്പിക്കില്ല എന്നാണ്. പിന്നീട് നാറ്റോയുടെ 3 വ്യാപനങ്ങൾ നടന്നു. കിഴക്കൻ യൂറോപ്പിലെ മുൻ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളായിരുന്ന പോളണ്ട്, അതുപോലെ ഹംഗറി, അൽബേനിയ, റുമാനിയ, ചെക്ക് റിപ്പബ്ലിക്, അതുപോലെ തന്നെ പിന്നീട് ലാത്വിയ, ലിത്വാനിയ, ഈസ്റ്റോണിയ, അവിടൊക്കെ ഞാൻ പോയതാണ്. പിന്നെ ജോർജിയ കൂടി കൂടാൻ ചേർന്നപ്പോൾ പുടിൻ ജോർജിയ ആക്രമിച്ചു. ഈ യുക്രൈൻ കൂടി ചേർന്നാൽ പിന്നെ റഷ്യക്ക് ചുറ്റും നാറ്റോ. അതായത് നമ്മുടെ മുറ്റത്ത് നിറച്ചും നമ്മുടെ ശത്രുക്കളായിട്ടുള്ള രാജകുമാരികളാണെങ്കിൽ ഒരു രാജ്യം എങ്ങനെ പ്രതികരിക്കുമോ അതാണ് റഷ്യ ചെയ്തത് എന്നാണ് പുടിൻ പറയുന്നത്. എന്നാലും അതിന്റെ സങ്കീർണതകളിലേക്ക് ഞാൻ കടന്നില്ല. പക്ഷെ ഒടുവിൽ ട്രംപ് യുദ്ധത്തിലേക്ക് പറഞ്ഞ 2 ആഴ്ച കാത്തിരിക്കാം എന്നിട്ട് തീരുമാനിക്കുന്നതാണ്. 2 ആഴ്ച പോയിട്ട് 2 ദിവസം തീർന്നില്ല. അപ്പോഴത്തേക്ക് അമേരിക്കയുടെ ചരിത്രത്തിൽ, ലോക ചരിത്രത്തിൽ ആദ്യമായി B-2 ആക്രമണങ്ങൾ മുമ്പും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇത്രയും വിപുലമായ B-2 അതുപോലെ ബങ്കർ ബസ്റ്റിംഗ് ബോംബിംഗ് ലോക ചരിത്രത്തിൽ ആദ്യമായി അമേരിക്ക നടത്തിയത് നതാൻസിലെയും പ്രത്യേകിച്ച് ഫോർദോവിലെയും സ്ഫാനിലെയും. എന്നിട്ട് ട്രംപ് പെട്ടെന്ന് വലിയ വീരവാദം മുഴക്കിയത് എന്താണ്? ഇറാന്റെ ആണവ ശേഷി സമ്പൂർണമായും നശിപ്പിച്ചു. ഇനി ഇറാന് അണുബോംബ് ഉണ്ടാക്കാൻ പറ്റില്ല. ഇത് ആക്രമിക്കുന്നതിന് തൊട്ടു മുമ്പ് തന്നെ തുളസി ഗബ്ബാർഡ്, ഒരു പകുതി ഇന്ത്യൻ വംശജ കൂടിയായ തുളസി ഗബ്ബാർഡ്, അമേരിക്കയുടെ നാഷണൽ ഇന്റലിജൻസ് മേധാവി, മാർച്ചിൽ ഒരു റിപ്പോർട്ട് വെച്ചിരുന്നു. ഇറാന് ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാക്കാനുള്ള സമയം ആയിട്ടില്ല, അതിന് ഇനിയും വർഷങ്ങളെടുക്കും, അത് ഇപ്പോൾ സാധ്യമല്ല. ആ റിപ്പോർട്ടിനെ പാടെ തള്ളി ഐ ഡോണ്ട് കെയർ എന്നാണ്. അതായത് സ്വന്തം നാഷണൽ ഇന്റലിജൻസ് മേധാവിയുടെ റിപ്പോർട്ടിനെ ഐ ഡോണ്ട് കെയർ എന്ന് പറയുകയും നെതന്യാഹു നീട്ടിയ ഡോസിയർ, അവരുടെ രഹസ്യാന്വേഷണ റിപ്പോർട്ട്, അതായത് ഇറാൻ ദിവസങ്ങൾക്കകലെയാണ്. ഈ നെതന്യാഹു 1996 ഇസാഖ് റാബിന്റെ വധത്തിന് ശേഷം പിന്നീട് പ്രധാനമന്ത്രിയായപ്പോൾ അന്നു മുതൽ പറയാൻ തുടങ്ങിയതാണ് ഇറാൻ മാസങ്ങൾ അകലെയാണ് ആണവായുധത്തിൽ. പിന്നെ 2021-ാം നൂറ്റാണ്ട് ഒരു 10 കൊല്ലം കഴിഞ്ഞപ്പോൾ ആഴ്ചകൾക്കകലെയാണ്. പിന്നെ ഇപ്പൊ അടുത്ത കാലത്താണ് ദിവസങ്ങൾക്കകലെയാണ്. ഞാൻ 60% സമ്പുഷ്ടീകരിച്ച യുറേനിയം ഒരു രാജ്യത്തിനുണ്ടെങ്കിൽ, ഏത് രാജ്യത്തിനുണ്ടെങ്കിൽ അത് 90% സമ്പുഷ്ടീകൃതമാക്കാൻ ഏതാനും ആഴ്ചകൾ മതി. അദ്ദേഹത്തിന് ഇറാന് മതി. ഇറാന് അങ്ങനെ ആണവായുധ അഭിലാഷം അത്രമേൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഇറാന് ഈ 2025-ലല്ല, 2024-ലല്ല, 2021-ാം നൂറ്റാണ്ടിലെ തുടക്കത്തിൽ തന്നെ ആറ്റം ബോംബ് ഉണ്ടാകാമായിരുന്നു. ഇറാന്റെ കൈവശം 1, 2 അല്ലെങ്കിൽ 1.5 ആറ്റം ബോംബ് ഉണ്ട് എന്ന് ഇസ്രായേലിന് ഉറപ്പുണ്ടായിരുന്നുവെങ്കിൽ ഈ ജൂൺ 13-ന് ഇസ്രായേൽ ഒരിക്കലും ഇറാനെ ആക്രമിക്കില്ല. ഒന്നുണ്ട് എന്ന ഉറപ്പുണ്ടെങ്കിൽ ഇസ്രായേൽ ആക്രമിക്കില്ല. അപ്പൊ ഇറാന്റെ കൈവശം അണ്വായുധമില്ല എന്ന് നിശേഷം സമ്പൂർണമായി നെതന്യാഹുവിന് ഇസ്രായേലിന് അറിയാവുന്നത് കൊണ്ടാണ് ആ മട്ടിലുള്ള അതിഭീകരമായിട്ടുള്ള ആക്രമണം നടത്തിയത്. അതിന് വേറെ കാരണങ്ങളുണ്ട്. കാരണം ഈ 2023 ഒക്ടോബറിന് ശേഷം ഹമാസിന്റെ ശേഷി വലിയ തോതിൽ നിർവീര്യമാക്കപ്പെട്ടു. ഇറാന്റെ പ്രോക്സികളായ ഹിസ്ബുള്ള ശേഷി പേജിൽ ആക്രമണവും മറ്റതൊക്കെ നമ്മൾ കണ്ടതാണ്. അതും നിർവീര്യമാക്കപ്പെട്ടു. പിന്നെ കുറച്ചെങ്കിലും ഉള്ളത് ഹൂത്തികളാണ് യമനിൽ. അപ്പൊ ഇറാന്റെ ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് ആണ്. അത്
പരിപൂർണമായി നിശേഷമായി പരീക്ഷണമാക്കപ്പെട്ടു. മാത്രമല്ല സിറിയ ഇറാന്റെയും റഷ്യയുടെയും സഖ്യകക്ഷിയായിരുന്നു. ബഷർ അൽ അസദിന്റെ കാലത്ത് അസദ് പുറത്താക്കപ്പെട്ടു. അവിടെ ഭരണത്തിലേറിയത് മുൻ അൽ ഖൈദ നേതാവായ മുഹമ്മദ് അൽ ഷാറയാണ്. അദ്ദേഹം തുർക്കിക്കടുത്തുള്ള സിറിയയിലെ ഒരു പ്രവിശ്യയിൽ അസൽ അൽ ഖൈദ ഭരണ വ്യവസ്ഥ സ്ഥാപിച്ച് നടപ്പാക്കിയ ആളാണ്. അദ്ദേഹത്തിന്റെ തലക്ക് 2024 ഡിസംബർ വരെ അമേരിക്ക $10 മില്യൺ വിലയിട്ടത്. അദ്ദേഹത്തെയാണ് മുഹമ്മദ് ബിൻ സൽമാന്റെ സാന്നിധ്യത്തിൽ സൗദി അറേബ്യയിലെ റിയാദിൽ വെച്ച് ട്രംപും മുഹമ്മദ് അൽ ഷാറ കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് ഇരിക്കുന്നു, വളരെ മോഡേണായിട്ട്. അതേപോലെ തന്നെ മുഹമ്മദ് ബിൻ സൽമാൻ. അപ്പൊ ട്രംപ് പറയുന്നു, ഓ വെരി സ്മാർട്ട് ഗായ്, he has changed a lot. അതായത് 4 മാസം മുമ്പ് 10 മില്യൺ അമേരിക്ക തലക്ക് വിലക്കെട്ട അൽ ഖൈദ തീവ്രവാദിയാണ്. അപ്പൊ അവിടെ സമവാക്യം മാറി. റഷ്യയിൽ ഒരു പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രം സിറിയയിലാണ്. അപ്പം മൊത്തത്തിൽ ഭൗമരാഷ്ട്രീയ തലത്തിൽ ഇറാനെ ആ രീതിയിൽ പരീക്ഷീണ അവസ്ഥയിലാണ് എന്ന് കൂടി മനസ്സിലാക്കിയതുകൊണ്ടാണ് റഷ്യക്കും ചൈനക്കും കാര്യമായി ഇടപെടാൻ പറ്റില്ല റഷ്യ എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ്. എന്നാൽ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ പെട്ടുകിടന്നു. അതിനു പുറമെ സിറിയയിൽ ഭരണമാറ്റവും ഉണ്ടായി. റഷ്യയും ഇറാനും തമ്മിൽ കഴിഞ്ഞ വർഷം ഒരു കരാർ ഒപ്പുവെച്ചിരുന്നെങ്കിലും അതിൽ സൈനിക വ്യവസ്ഥയില്ല. ഇപ്പൊ നാറ്റോയിലൊക്കെ ക്ലോസ് 5 എന്നുള്ള വ്യവസ്ഥയുണ്ട്. നാറ്റോയിൽ ഇപ്പോൾ സ്വീഡനും ഈ യുക്രൈൻ യുദ്ധത്തോടെ പേടിപ്പിച്ചിട്ട് സ്വീഡനെയും ഫിൻലാൻഡിനെയും ചേർത്തു. അതുമാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ നാറ്റോ ഉച്ചകോടിയിൽ ട്രംപിന്റെ സമ്മർദ്ദ ഫലമായി GDP-യുടെ 5% നാറ്റോ രാജ്യങ്ങൾ ചെലവഴിക്കണം. ആർക്കു വേണ്ടി? ഈ റഷ്യക്ക് വേണ്ടി. റഷ്യ യൂറോപ്പ് ആകെ പിടിച്ചെടുത്ത് പുടിനുള്ള അപ്പോ യൂറോപ്യൻ രാജ്യങ്ങൾ സംബന്ധിച്ചു. അപ്പോ ഞാൻ പറയുന്നത് 1991 സോവിയറ്റ് യൂണിയൻ തിരോഭവിക്കുന്നത് വരെ അമേരിക്കക്ക് റഷ്യ ഒരു ഭീഷണിയായിരുന്നു. ശരി, സോവിയറ്റ് യൂണിയൻ അത് നിഷ്ക്രമണം ചെയ്തു എന്ന് മാത്രമല്ല, ജർമ്മനിയിൽ നിന്ന് നാറ്റോ രാജ്യങ്ങൾ കൂട്ടിച്ചേർത്ത് ഇന്നത്തെ റഷ്യ മൊത്തം വളർന്നു. എന്നിട്ടും റഷ്യ ഭീഷണി. അപ്പൊ ചൈന റഷ്യ ആക്സസ് ഒക്കെ ഉണ്ട്, അതിന്റെ വേറെ കാര്യം. അപ്പൊ ഈ ശീതയുദ്ധത്തിന്റെ ഇപ്പൊ ന്യൂക്ലിയർ ഡിറ്ററൻസ് എന്ന ഡോക്ട്രിൻ എന്താണ് ഈ യുദ്ധത്തിന്റെ ഫലം? ന്യൂക്ലിയർ ഡിറ്ററൻസ് എന്ന് പറഞ്ഞാൽ 2 രാജ്യങ്ങൾക്ക് ആണവായുധങ്ങൾ ഉണ്ടെങ്കിൽ ആ 2 രാജ്യങ്ങൾ തമ്മിൽ യുദ്ധത്തിൽ ഏർപ്പെടില്ല. അതായത് മാറ്റ്, മ്യൂച്വലി അഷ്വേർഡ് ഡിസ്ട്രക്ഷൻ എന്താണ്? അതായത് അമേരിക്ക സോവിയറ്റ് യൂണിയനെ ആക്രമിച്ചാൽ സോവിയറ്റ് യൂണിയൻ അമേരിക്കയും ആക്രമിക്കും. 2 രാജ്യങ്ങളുടെയും മ്യൂച്വലി അഷ്വേർഡ് തീർത്തും സുനിശ്ചിതമായ നശീകരണമാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നതുകൊണ്ട് 2 രാജ്യങ്ങൾ, ന്യൂക്ലിയർ ആയുധങ്ങളുള്ള 2 രാജ്യങ്ങൾ ന്യൂക്ലിയർ ആയുധങ്ങൾ പ്രയോഗിക്കില്ല എന്ന യുക്തിയാണത്. അത് ശീത യുദ്ധകാലത്തുടനീളം പ്രവർത്തിച്ചു, ഇപ്പോഴും പ്രവർത്തിക്കുന്നു. ചൈനയുടെയും ഇന്ത്യയുടെയും കാര്യത്തിൽ, ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും കാര്യത്തിൽ ഒക്കെ. പക്ഷേ പശ്ചിമേഷ്യയിൽ ആണവായുധമുള്ള ഏക രാജ്യം, അപ്രഖ്യാപിത അണ്വായുധ ശേഖരമുള്ള ഏക രാജ്യം ഇസ്രായേലാണ്. ഇസ്രായേൽ 1960കളുടെ ഒടുവിൽ മുതൽ 70കളിൽ തന്നെ ആണവായുധാർജനം നടത്തിയ രാജ്യമാണ്. ഇപ്പോൾ ഇസ്രായേലിന്റെ കൈവശം എല്ലാ ലോകരാജ്യങ്ങൾക്കും അറിയാവുന്നത് ഏതാണ്ട് 100ഓളം ആണവ പോർമുനകൾ, ന്യൂക്ലിയർ ട്രയാഡ് ഉള്ള ഒരു രാജ്യമാണ്. ന്യൂക്ലിയർ ട്രയാഡ് എന്ന് പറഞ്ഞാൽ കരയിൽ നിന്നും കടലിൽ നിന്നും ആകാശത്ത് നിന്നും അണ്വായുധങ്ങൾ പ്രയോഗിക്കാൻ ശേഷിയുള്ള രാജ്യങ്ങളാണ്. ഒന്ന് അമേരിക്ക, റഷ്യ, ചൈന, ഇന്ത്യയും അതിൽപ്പെടും, ഫ്രാൻസും ജർമ്മനിയും പോലും അതിൽ പെടാനുള്ള ശ്രമത്തിലാണ്. അതുപോലും കരസ്ഥമാക്കിയ രാജ്യമാണ്. ഇറാന്റെ കൈവശം അണ്വായുധങ്ങൾ ഇല്ല എന്നുള്ളത് കൊണ്ടാണല്ലോ ആക്രമണം നടത്തിയത്. ഇത്രമേൽ കനത്ത പ്രഹരം. ഇറാനും ഇസ്രായേലും തമ്മിൽ വേറെ
രീതിയിൽ ഹിസ്ബുള്ള ഹൂത്തികൾ, അതുപോലെ തന്നെ ഹമാസ്, ഇറാഖിലെ ഷിയ മിലിഷ്യ ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ നേരിട്ട് ഒരു പരമാധികാര രാജ്യത്തിനെതിരെ, ആ പരമാധികാര രാജ്യത്തിന്റെ ഭൂശാസ്ത്രപരമായ അഖണ്ഡതക്കെതിരെ യുദ്ധം ചെയ്യുന്നു. ഇറാനിയൻ പൗരന്മാരോട് ഇറാനിയൻ നേതൃത്വത്തിനെതിരെ കലാപമുയർത്തി അട്ടിമറിക്കാൻ ആവശ്യപ്പെടുന്നു. അപ്പൊ ജാഫർ പനാഹി നമുക്കറിയാം, വളരെ പ്രശസ്തനായിട്ടുള്ള ഫിലിം മേക്കറാണ്, ഒരുപാട് അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഷിറിൻ ഇബാദി സമാധാനത്തിന് നൊബേൽ സമ്മാനം കിട്ടിയ ഇറാനിയൻ വനിതയാണ്. ഈയിടെ നൊബേൽ സമ്മാനം കിട്ടിയ ഇറാനിയൻ വനിതയാണ് നർഗീസ് മുഹമ്മദി. ഇവരൊക്കെ ചേർന്ന്, അവരൊക്കെ പ്രവാസത്തിലാണ്. ഇറാനിലെ നിലവിലുള്ള ഭരണകൂടവുമായി ഒട്ടും രസക്കേടിലല്ല. ഇവിടെ വന്നാൽ അറസ്റ്റ് പോലും ചെയ്യപ്പെട്ടേക്കാം. അതുകൊണ്ട് അവർ ഇറക്കിയ പരസ്യ പ്രസ്താവനയിൽ പറയുന്നത് ഇസ്രായേൽ രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്നാമത്തെ ഭാഗം ഇസ്രായേൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ സമയത്താണ്. ഇറാൻ എന്ന പരമാധികാര രാജ്യത്തിന്റെ പരമാധികാരത്തിന് നേരെയും ഇറാൻ എന്ന ഞങ്ങളുടെ രാജ്യത്തിന്റെ ഭൂശാസ്ത്രപരമായ അഖണ്ഡതയ്ക്ക് നേരെയുമുള്ള കടന്നാക്രമണം, അതിനെ ഞങ്ങൾ അപലപിക്കുന്നു. ഇസ്രായേലിനെ പോലെ രക്തക്കറ പുരണ്ട ഒരു രാജ്യം സ്വാതന്ത്ര്യം തളികയിൽ വെച്ച് തന്നാൽ സ്വീകരിക്കുന്നവരല്ല ഇറാനിൽ. സ്വാതന്ത്ര്യം വേണമെങ്കിൽ ഞങ്ങൾ നേടിക്കോളാം. ഇറാനിൽ നിലവിലുള്ള ഭരണം മാറി ജനാധിപത്യപരവും ഇൻക്ലൂസീവും കൂടുതൽ ഉൾക്കൊള്ളൽ സ്വഭാവമുള്ളതും ഉത്തരവാദിത്വവും ഉള്ളതുമായിട്ടുള്ള ഒരു ഭരണക്രമം വരണമെന്ന് ഞങ്ങൾക്ക് ആശയമുണ്ട്. അതൊരു ബാഹ്യശക്തിയല്ല ഞങ്ങൾക്ക് വരുത്തി തരേണ്ടത് എന്ന ഒരു പ്രസ്താവനയാണ് ഞങ്ങൾക്ക്. അപ്പൊ ഇറാനിയൻ വിപ്ലവ കാലത്തേക്ക് നമ്മൾ പോയാൽ ഷായുടെ ഭരണം അത്യന്തം സമഗ്രാധിപത്യപരമായി തീർന്നു. വലിയ വലിയ പ്രതിഷേധങ്ങൾ ഇറാനിൽ ഉടനീളം 70കളിൽ തന്നെ അത് വളരാൻ തുടങ്ങി. അതിൽ ഖൊമൈനിയുടെ ഷിയ ഇസ്ലാമിസ്റ്റ് വിഭാഗം ഉണ്ടായിരുന്നു. ഇറാനിൽ വളരെ ശക്തമായിരുന്ന മറ്റൊരു സംഘടനയായിരുന്നു ഇറാനിയൻ ടൂദെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ടൂദെ എന്ന് പറയുന്ന ഇറാനിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഷിയ ഇസ്ലാമിസ്റ്റുകളും മറ്റ് ജനാധിപത്യവാദികളും ഒക്കെ ചേർന്നാണ് ഷായെ പുറത്താക്കിയത്. ടൂദെ പാർട്ടിയെ ആദ്യത്തെ 1-2 കൊല്ലമൊക്കെ ടൂദെ പാർട്ടിയെ നയത്തിലും മയത്തിലും നിർത്താൻ ശ്രമിച്ചെങ്കിലും പിന്നീട് ടൂദെ പാർട്ടിയുടെ നേതാക്കളെയും പ്രവർത്തകരെയും ഇറാനിലെ ഭരണകൂടം അടിച്ചമർത്തുകയും ജയിലിലടക്കുകയും ചിലരെയൊക്കെ തൂക്കിക്കൊല്ലുകയും ചെയ്തു. അങ്ങനെ ഒരു ചരിത്രമുണ്ട് ഇറാൻ. നമ്മൾ ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ ഇറാനെ പറ്റി അങ്ങനത്തെ ചില കാര്യങ്ങൾ ഇറാനിൽ മാത്രമല്ല, സദ്ദാം ഹുസൈൻ കാര്യത്തിലും സദ്ദാമും കമ്മ്യൂണിസ്റ്റുകാരെ അവിടെ ഒതുക്കിയിട്ടും കൊന്നിട്ടുമുണ്ട് ഒരു കാലത്ത്. അപ്പൊ ഇപ്പൊ അതല്ല പ്രശ്നം. ഇപ്പം എന്നിട്ട് ഈ ട്രംപ് ഇടപെടും എന്നുള്ളത് നെതന്യാഹുവിന് പച്ചവെള്ളമാണ്. അപ്പൊ ട്രംപിനോട് നെതന്യാഹു പറയാതെ പറഞ്ഞത്, ഞങ്ങൾ നോക്കൂ, ജൂൺ 13 മുതൽ ഞങ്ങൾ ഏതാണ്ട് ഇറാന്റെ വ്യോമ കേന്ദ്രങ്ങൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, അതുപോലെ ചില പ്രധാനപ്പെട്ട വ്യോമസേന താവളങ്ങൾ, മറ്റ് സന്നാഹങ്ങൾ ഒക്കെ തകർത്ത് ഏതാണ്ട് പരിമമാക്കി വെച്ചിട്ടുണ്ട്. അടിസ്ഥാന വേല, ഗ്രൗണ്ട് വർക്ക് മൊത്തം ഞങ്ങൾ ചെയ്തിരിക്കുന്നു. ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമുള്ളത്, ഈ 3 ആണവ കേന്ദ്രങ്ങളിലെ നശിപ്പിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. അതിന് പറ്റുന്ന ബങ്കർ ബസ്റ്റർ ബോംബ് നിങ്ങളുടെ കയ്യിൽ മാത്രമാണ്. അത് വഹിക്കാനും വർഷിക്കാനും പറ്റുന്ന വിമാനങ്ങൾ, B-2 സ്റ്റെൽത്ത് സ്പിരിറ്റ് എന്ന് പറയുന്ന വിമാനങ്ങളും നിങ്ങളുടെ കൈവശമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാനുള്ള ഗ്രൗണ്ട് വർക്ക് ചെയ്തു. നിങ്ങൾ ഇത് ചെയ്യും. ട്രംപ് കേട്ട വാദി കേൾക്കാത്ത വാദി അപ്പോൾ തന്നെ B-2 ബോംബുകൾ അയച്ചു. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ സമ്പൂർണമായി തകർത്തു എന്ന് അവകാശപ്പെട്ടു. ആകെ 408 കിലോഗ്രാം സമ്പുഷ്ടീകരിച്ച യുറേനിയമാണുള്ളത്. ആരാണെങ്കിലും ഈ റൂമിൽ ഏത് സമയവും ആക്രമിക്കപ്പെടും. ഇവിടെ ഒരു അരക്കിൻ്റെ എന്തൊരു ചാക്കിൽ ഉണ്ടെങ്കിൽ അത് മാറ്റില്ലേ? അത്രയും പ്രധാനമാണെങ്കിൽ അത് മാറ്റിക്കാണും. ഇപ്പൊ എല്ലാവരും പറയുന്നത് ഇറാനിൽ മാറ്റിക്കാണും.
ഇറാന് നിങ്ങൾ വർഷങ്ങളോളം പിന്നോട്ട് അടുപ്പിച്ചില്ല, ഏതാനും മാസങ്ങൾ മാത്രമാണ് പിന്നോട്ട് അടുപ്പിച്ചത്. ഇറാന് വേണമെങ്കിൽ അറിവിനെ നമുക്ക് ബോംബിട്ട് കൊല്ലാൻ പറ്റില്ലല്ലോ. ഇറാന്റെ സൈനിക ആണവ ശാസ്ത്രജ്ഞരിൽ വലിയൊരു വിവാദത്തെ ഈ ആക്രമണത്തിൽ മാത്രമല്ല മുൻപും ഇസ്രായേൽ വധിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനിയായിരുന്നു 2020 വധിക്കപ്പെട്ട ഫഖ്രിസാദെ. ഫഖ്രിസാദെ ഇറാൻ ആണവ പദ്ധതിയുടെ തലച്ചോറായിരുന്നു. അദ്ദേഹം വീട്ടിൽ നിന്ന് അതീവ സുരക്ഷയുള്ള ആളായിരിക്കണം. അദ്ദേഹം വീട്ടിൽ നിന്ന് ഭാര്യയോടൊത്ത് ഇറങ്ങി വന്ന് കാറിൽ സഞ്ചരിക്കുമ്പോൾ ഇസ്രായേലിന്റെ മൊസാദ് ഇറാനിൽ മുഴുവൻ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. ഈ ആക്രമണം ഇത് വ്യക്തമാക്കിയാണ്. അപ്പോൾ റിമോട്ട് കൺട്രോൾ ഉപയോഗിക്കുന്ന ഒരു വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള തോക്ക് ഉപയോഗിച്ച് ആളൊന്നുമില്ല, റിമോട്ട് ആയിട്ട് പ്രവർത്തിപ്പിച്ച് ആ കാറിലുള്ള ഭാര്യയുടെ തൊട്ടടുത്തിരുന്ന ഫഖ്രിസാദി എന്ന ആ വ്യക്തിയെ മാത്രമാണ് തുളഞ്ഞത്. അത്രയും പ്രിസിഷൻ ഓപ്പറേഷനായിരുന്നു. ഇപ്പോൾ പിന്നെ മുഹമ്മദ് ഇസ്മായിൽ ഹനിയ, ഹമാസിന്റെ നേതാവ്, പെഷസ്കിയാന്റെ ഇപ്പോഴത്തെ ഇറാനിയൻ പ്രസിഡന്റിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ കഴിഞ്ഞ വർഷം പോയപ്പോൾ ഇറാനിയൻ റവല്യൂഷണറി ഗാർഡിന്റെ അതീവ സുരക്ഷയുള്ള പരിപൂർണ നിരീക്ഷണമുള്ള ഒരു കെട്ടിടത്തിൽ താമസിക്കുന്നത്. അദ്ദേഹം വന്ന് താമസിച്ച മുറിയുടെ തൊട്ടു താഴെ ഇസ്ലാമിക് ജിഹാദിന്റെ മറ്റൊരു നേതാവ് താമസിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മുറി മാത്രം തകർക്കപ്പെടുന്നു, അദ്ദേഹത്തിന്റെ മുറിക്ക് മാത്രം കേടുപാട് സംഭവിക്കുന്നു, അദ്ദേഹം വധിക്കപ്പെടുന്നു, അംഗരക്ഷകൻ വധിക്കപ്പെടുന്നു, അടുത്ത മുറിക്ക് കുഴപ്പമില്ല, അടുത്ത മുറിക്ക്. ഇപ്പൊ ഇറാനിൽ തന്നെ ആൾക്കാരുണ്ട്. അതായത് ഇസ്രായേലിന് അങ്ങനെ ഇസ്രായേലൊന്നും പ്രയോഗിച്ചതല്ല. ആ കെട്ടിടത്തിന്റെ ഒരു 500-800 മീറ്റർ അകലെ നിന്ന് കറക്റ്റായിട്ട് ആ മുറിക്ക് നേരെ വിക്ഷേപിച്ചതാണ്. അങ്ങനെയൊക്കെ വധക്രമങ്ങൾ നടന്നിട്ടുണ്ട്. ഇത് വാസ്തവത്തിൽ അമേരിക്ക ഇങ്ങനെ മന്ത്രിവിഷയിൽ ഇടപെട്ടില്ല. അപ്പൊ ട്രംപിന്റെ വാഗ്ദാനങ്ങളൊക്കെ തെറ്റി. മാഗ നിയോജക മണ്ഡലത്തെ എങ്ങനെ അഭിമുഖീകരിക്കും എന്നറിയില്ല. അപ്പൊ ന്യൂക്ലിയർ ഡിറ്ററൻസ് അനുസരിച്ച് ഞാൻ പറഞ്ഞു വരുന്നതാണ്, ഇറാന്റെ കയ്യിൽ അണ്വായുധങ്ങളില്ല, ഇസ്രായേലിന്റെ കയ്യിലുണ്ട്. പശ്ചിമേഷ്യയിൽ അണ്വായുധങ്ങളുടെ കാര്യത്തിൽ, മറ്റായുധങ്ങളുടെ കാര്യത്തിൽ 48 മുതൽ സാമ്പത്തികവും സൈനികവും നയതന്ത്രപരവും മറ്റുമായ എല്ലാ പിന്തുണയും അമേരിക്ക കൊടുത്തു പോരുന്ന രാജ്യമാണ് ഇസ്രായേൽ. അണ്വായുധ ശേഖരമുണ്ട്, ഡിമോണോ എന്ന് പറയുന്ന ന്യൂക്ലിയർ കേന്ദ്രമുണ്ട്. ഇസ്രായേൽ അണ്വായുധ പരീക്ഷണം നടത്തിയത് തന്നെ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഹരിയാനയുടെ വലിപ്പമുള്ള അത്രയും വലിയ സ്ഥലമാണ്. അപ്പൊ അണ്വായുധ പരീക്ഷണം കരയിൽ നടത്താൻ പറ്റില്ല. അവരെ ദക്ഷിണാഫ്രിക്കക്ക് അടുത്തുള്ള കടലിൽ പോയി 1970കളുടെ ഒടുവിൽ രഹസ്യമായി അണ്വായുധ പരീക്ഷണം നടത്തി. അത് അമേരിക്കയുടെ ഉപഗ്രഹങ്ങൾ കണ്ടുപിടിച്ചു. വലിയ സഹസ്ര സൂര്യൻ എന്നൊക്കെയല്ലേ ആദ്യത്തെ ഹിരോഷിമയിൽ അനുഭവപ്പെടും. അങ്ങനെ വളരെ വലിയൊരു പ്രകാശപടം കണ്ടപ്പോൾ അമേരിക്കക്ക് കാര്യം മനസ്സിലായ ആദ്യം. പിന്നെ മിണ്ടാതിരുന്നു. പിന്നെ പലരും അവിടെ പരിശോധിച്ചപ്പോൾ അത് അണ്വായുധ പരീക്ഷണമാണ്, മൃഗങ്ങളിലൊക്കെ അയഡിന്റെ ഏതോ ഒരു രോഗത്തിന്റെ അളവ് കൂടും. പിന്നെ അമേരിക്ക പറഞ്ഞു അതൊരു ഉൽക്ക പതനം, ഇസ്രായേലിനെ രക്ഷിക്കാൻ വേണ്ടി ഉൽക്ക പതിച്ചതാണ്. അതാണ് അമേരിക്ക. അപ്പോ അമേരിക്കക്കും എല്ലാവർക്കും പറയാം. അപ്പം ന്യൂക്ലിയർ ഡിറ്ററൻസ് യുക്തി അനുസരിച്ച് ഇപ്പൊ ഇറാന് അണ്വായുധങ്ങൾ ഉണ്ടെന്ന് തന്നെ കരുതാം. അപ്പൊ അഹമ്മദ് നജാദിനെ പോലുള്ള ഒരു ഇസ്രായേലിനെ ലോകഭൂപടത്തിൽ മാറ്റി കളയും. ഈ ഇലക്ഷൻ ക്യാമ്പയിനൊക്കെ പറയും. അപ്പോ ഇസ്രായേലിന്റെ കയ്യിലുണ്ട് എന്ന് ഇറാന് പരിപൂർണമായി അറിയാമല്ലോ. അപ്പോ ഇറാൻ ഒരു അണ്വായുധം തൊടുത്താൽ എല്ലാ രാഷ്ട്രങ്ങൾക്കും ഈ സെക്കൻഡ് സ്ട്രൈക്ക് കേപ്പബിലിറ്റി ഉണ്ട്. അപ്പോൾ ഈ മൊത്തം തകർന്നാലും അന്തർവാഹിനികളിൽ നിന്ന് ഓട്ടോമാറ്റിക് ആയിട്ട് വിക്ഷേപിക്കാവുന്ന സ്വിച്ചൊക്കെ ഉണ്ട് എല്ലാ രാജ്യങ്ങളും. റഷ്യക്കുണ്ട്, അമേരിക്കക്കുണ്ട്. അപ്പൊ ഇറാൻ എന്ന രാഷ്ട്രവും ഭൂപടത്തിൽ ഉണ്ടാവില്ല. അതാണ് ന്യൂക്ലിയർ ഡിറ്ററൻസ് ലോജിക്. 1962 ക്യൂബൻ മിസൈൽ പ്രതിസന്ധി കാലം, മൂന്നാം ലോകമഹായുദ്ധത്തിന്റെ വക്കിലേക്ക് പോയ സമയമാണ്. ക്യൂബയിൽ അമേരിക്ക അറിയാതെ
ക്യൂബയിൽ സോവിയറ്റ് ആണവ മിസൈലുകൾ സ്ഥാപിച്ചു. ക്രൂഷേവിന്റെ കാലത്ത് ക്യൂബയിൽ നിന്ന് ഫ്ലോറിഡയിലേക്ക് ഏതാണ്ട് 90 മൈലുകൾ. ഒരു ന്യൂക്ലിയർ മിസൈൽ വിട്ടാൽ പ്രതിരോധിക്കാൻ സെക്കൻഡുകൾ പോലും ഇല്ല, അവിടെ വീഴും. അതൊടുവിൽ അമേരിക്കയുടെ വ്യോമ സേന കണ്ടുപിടിച്ചു. അങ്ങനെ വലിയ തർക്കമായി. UN പൊതുസഭയിൽ അന്ന് ക്രൂഷ്ചേവ് പൊതുസഭയിൽ അദ്ദേഹത്തിന്റെ ഷൂ ഊരിയിട്ട് അമേരിക്കൻ സംഘത്തിന് ഞാൻ വിളിച്ചറിയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം ആക്രോശിച്ചു, വി വിൽ ബറി യു, ഞങ്ങൾ നിങ്ങളെ കുഴിച്ചുകൂടും. നോട്ട് ഓൺലി ദാറ്റ്, വി വിൽ ബൊംബാർഡ് വാഷിംഗ്ടൺ, ലോസ് ആഞ്ചലസ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ രീതിയിൽ ഏത് സമയവും കെന്നഡിയാണ് അപ്പുറത്ത് പ്രസിഡന്റ്. ലോകമഹായുദ്ധം എന്ന് പറഞ്ഞാൽ ശരിക്കും ന്യൂക്ലിയർ വാറിലേക്ക് പോകുമായിരുന്ന സന്ദർഭം. അതെങ്ങനെയാണ് അവസാനിച്ചത്? സോവിയറ്റ് യൂണിയൻ സമ്മതിച്ചു, ഞങ്ങൾ ക്യൂബയിൽ നിന്ന് എടുത്തു മാറ്റാം, നിങ്ങൾ തുർക്കിയിൽ നിന്ന് എടുത്തു മാറ്റണം. തുർക്കിയിൽ നിന്ന് എടുത്തു മാറ്റി. പിന്നെ ക്യൂബയിൽ ബേ ഓഫ് പിഗ്സ് ഒക്കെ നടത്തിയപ്പോഴുള്ള തോന്നിയാസം, മേലിൽ ക്യൂബയെ ആക്രമിക്കരുത് എന്ന ഉറപ്പും വാങ്ങി. പിന്നെ അമേരിക്ക ക്യൂബക്ക് നേരെ ഉപരോധങ്ങൾ മാത്രമേ ഏർപ്പെടുത്തിയിട്ടുള്ളൂ. ബേ ഓഫ് പിഗ്സ് പോലുള്ള ഒരു അഡ്വഞ്ചർ അല്ലെങ്കിൽ അട്ടിമറി നടത്താനുള്ള ശ്രമം പിന്നെ നടത്തിയിട്ടില്ല. കാസ്ട്രോയെ കൊല്ലാൻ പലവട്ടം നോക്കി അദ്ദേഹം അതിനൊക്കെ വളരെ വ്യക്തമായി രക്ഷപ്പെട്ടു. അപ്പോ ഇപ്പൊ വാസ്തവത്തിൽ എന്താണ് ലോകത്ത് ഒരു റൂൾ ബേസ്ഡ്, അത് ശീതയുദ്ധ അനന്തരം തന്നെ ഒരു റൂൾ ബേസ്ഡ് ഏറെക്കുറെ ചർച്ചകളും നയതന്ത്രവും ഉടമ്പടികളും കരാറുകളും പരസ്പര ബഹുമാനവും ഒക്കെ ഏറെക്കുറെ അടിസ്ഥാനമാക്കിയിട്ടുള്ള റൂൾ ബേസ്ഡ് മോഡലിനെ തകർത്തത് അമേരിക്കയാണ്. 1999 യൂഗോസ്ലാവിയൻ യുദ്ധം ആരോട് സംഭവിച്ചു? നേരിട്ട് പോയാൽ കുറിച്ച് പറയാം. 1990 കുവൈത്ത് അധിനിവേശം ഇറാഖ് ചെയ്തത് മഹാ അനീതികള്. അതിൽ പക്ഷെ അമേരിക്ക ലോക പോലീസ് ചമഞ്ഞു, അവിടെ ഇടപെട്ടു, ഇറാഖിനെ സദ്ദാം ഹുസൈനെ പറഞ്ഞു. ഈ സദ്ദാം ഹുസൈൻ 80-88 കാലത്ത് ഇറാൻ-ഇറാഖ് യുദ്ധത്തിൽ ഇറാഖിനെ യുദ്ധത്തിന് പ്രേരിപ്പിച്ചതും സഹായിച്ചതും എല്ലാം അമേരിക്കയും ഗൾഫ് രാഷ്ട്രങ്ങളും പറഞ്ഞു. ഇറാൻ എങ്ങനെയെങ്കിലും ക്ഷയിച്ചു പോട്ടെ എന്ന് വിചാരിച്ചു. ഇറാൻ ഒരു സിവിലൈസേഷണൽ സ്റ്റേറ്റ് ആണ്. അത് വളരെ പ്രാചീനമായ സംസ്കാരമുള്ള അറബ്സ് അല്ല ഇറാനിയൻസ്, പേർഷ്യൻസ് ആണ്. ആ 8 കൊല്ലത്തെ ഇറാൻ-ഇറാഖ് യുദ്ധത്തിൽ എല്ലാ സഹായം സദ്ദാം ഹുസൈൻ ഉണ്ടായിരുന്നിട്ടും ജയിക്കാൻ പറ്റില്ല. സ്റ്റേറ്റ്മേറ്റ് ആയിട്ടാണ് അത് തീർന്നത്. അപ്പോ ഈ അമേരിക്ക തുടങ്ങി വെച്ച ഇറാനെ പറ്റി പറയാനുള്ള ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് ഇറാനുണ്ട്. ആക്സിസ് ഉണ്ട് ഇറാൻ, ഹിസ്ബുള്ള, ഹമാസ്, ഹൂത്തീസ്, ഇറാഖി ഷിയാസ്. ഈ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് ആണ് ഇസ്രായേലിനെതിരെ പ്രവർത്തിക്കുന്നത്, അമേരിക്കൻ താല്പര്യങ്ങൾക്കെതിരെ. ഇപ്പോൾ ഉള്ളത് ആക്സിസ് ഓഫ് ഇംപ്യൂണിറ്റി. ആക്സിസ് ഓഫ് ഇംപ്യൂണിറ്റി എന്ന് പറഞ്ഞത് അമേരിക്കയും ഇസ്രായേലും ഇപ്പോൾ ചെയ്തത് ശിക്ഷാഭീതിയില്ലാത്ത രാഷ്ട്രങ്ങളുടെ അച്ഛൻ. ഇസ്രായേൽ എന്തൊക്കെ ചെയ്തു? ഇപ്പൊ റഷ്യ യുക്രൈനിൽ ആക്രമണം നടത്തി, യുക്രൈനിൽ 20% പിടിച്ചെടുത്തു. 2014 ക്രീമിയ പിടിച്ചെടുത്തു. റഷ്യക്ക് ഇന്നേ വരെ നേരിട്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഉപരോധങ്ങളാണ് അമേരിക്കയും അമേരിക്കൻ സഖ്യരാഷ്ട്രങ്ങളും ഏർപ്പെടുത്തുന്നത്. ഉപരോധങ്ങൾ, കാരണം റഷ്യയെ പോയിട്ട് ആക്രമിക്കാൻ പറ്റില്ല. അത് ലിബിയയിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ നടക്കുള്ളൂ അങ്ങനെയുള്ള ആക്രമണം. ഇപ്പൊ ചൈനയെ വ്യാപാര യുദ്ധം, താരിഫ് വാൾ എന്നൊക്കെ പറഞ്ഞിട്ട് പിടിമുറുക്കാൻ പറ്റുള്ളൂ. ചൈന ഇപ്പൊ തായ്വാൻ ആക്രമിച്ച അമേരിക്ക ആണെങ്കിലും അത് വലിയ യുദ്ധമായിട്ട് മാറും. അതുകൊണ്ട് കായബലം, ഏഷ്യ ബലമുള്ള രാഷ്ട്രങ്ങളോട് ആക്രമണമില്ല. കിം ജോങ് ഉൻ ദക്ഷിണ കൊറിയ, വടക്കൻ കൊറിയ, കിം ജോങ് ഉൻ വടക്കൻ കൊറിയക്ക് 50-60 അഡ്വാൻസുകളുണ്ട്. ചിലപ്പോൾ അതിലധികം ഉണ്ടാവും. മാത്രമല്ല അദ്ദേഹത്തിന് അമേരിക്കയിൽ പോലും എത്താവുന്ന മിസൈലുകളുണ്ട്. അതുകൊണ്ട് വടക്കൻ കൊറിയയുമായിട്ട് ചർച്ചയാണ്. ട്രംപിന്റെ കാലത്ത് വിയറ്റ്നാമിൽ ചർച്ച നടന്നു, സിംഗപ്പൂരിൽ ചർച്ച നടന്നു. ചർച്ച വിജയിച്ചില്ല. വടക്കൻ കൊറിയക്കെതിരെ യാതൊരു തരത്തിലുള്ള നടപടിയും ഇല്ല. ചർച്ച വിജയിച്ചില്ല. കാരണം ഈ ചങ്ങാതിയുടെ അടുത്ത് സാധനമുണ്ട്, കോപ്പുണ്ട്. ഇറാന്റെ അടുത്ത് ഇല്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ആക്രമിച്ചത്.
അപ്പൊ എന്താണ് ഇതിന്റെ ഫലം? ആക്സിസ് ഓഫ് ഇമ്പ്യൂണിറ്റി, അതായത് അക്ഷതയുടെ അച്യുതമുണ്ട്. അക്ഷതി എന്നുള്ളത് സംസ്കൃതമാണെങ്കിൽ ശിക്ഷാഭീതി ഇല്ലാത്ത ചുരുക്കം ചില രാജ്യങ്ങളുടെ അച്യുതമുണ്ട്. ശിക്ഷാഭീതി എന്ന് പറഞ്ഞാൽ പ്രത്യാക്രമണത്തിൽ ഭീതിയില്ല, ഉപരോധ ഭീതിയില്ല, ഒരു ഭീതിയില്ല. അങ്ങനെയുള്ള രാഷ്ട്രങ്ങളുടെ നിയമക്രമം ഞങ്ങൾ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ നിങ്ങളെ ഇറാന്റെ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളുടെ ഗതി വരും. അപ്പൊ വാസ്തവത്തിൽ ആണവ നിരായുധീകരണം, അണ്വായുധ നിരായുധീകരണമാണ് ഈ യുദ്ധത്തിന്റെ ലക്ഷ്യമെന്നാണ് ഇസ്രായേലും ഇറാനും ഒക്കെ പറയുന്നത്. വാസ്തവത്തിൽ അണ്വായുധ വ്യാപനമാണ് ഇതിന്റെ ഫലം. ഇറാനിൽ ഭരണകൂട മാറ്റം ഉണ്ടായില്ല. അതേ ഭരണ നേതൃത്വം തുടരുന്നു. ഇറാൻ ഈ യുദ്ധത്തിൽ നിന്ന് 12 ദിവസ യുദ്ധത്തിൽ നിന്ന് പഠിച്ച മഹാപാഠം അണ്വായുധാർജനം, അണ്വായുധ സമ്പാദനം ഉണ്ടാക്കൽ അനിവാര്യമാണ്, നിർബന്ധമാണ്, എത്രയും പെട്ടെന്ന് അണ്വായുധ ശക്തിയാവണം എന്നതായിരിക്കും. ഇറാനിൽ ഇപ്പോഴുള്ള പൗരോഹിത്യ ഭരണം പോയി മറ്റൊരു ഭരണം, പല സാധ്യതകളുണ്ട്. ഇറാഖിലൊക്കെ വന്ന മാതിരി ഇറാഖിൽ ഭരണമാറ്റം പോയി സദ്ദാം ഹുസൈനെ പുറത്താക്കി തൂക്കിക്കൊന്നു വന്നത് IS ആണ്. അതുപോലെ ഇറാനിൽ കൂടുതൽ തീവ്രമായിട്ടുള്ള ഷിയ ശക്തികൾ ഒന്നുകൂടെ. ഇറാനിൽ ഇനി അഥവാ ജനാധിപത്യ ഭരണം തന്നെ വന്നാലും അവർ അണ്വായുധ മോഹം ഉപേക്ഷിക്കുമോ? ഇല്ല. വടക്കൻ കൊറിയ എന്താ ചെയ്യാൻ പോകുന്നത്? കൂടുതൽ മൂർച്ചയുള്ള ആണവ ബോംബുകൾ ഉണ്ടാകും. സൗത്ത് കൊറിയ, ദക്ഷിണ കൊറിയ കഴിഞ്ഞ ഏതാനും മാസം മുമ്പാണ് പറയുന്നത് അമേരിക്കയുടെ ന്യൂക്ലിയർ അംബ്രല, ആണവ കുടയിൽ ഞങ്ങൾക്ക് സുരക്ഷിതത്വം ഇപ്പോൾ തോന്നൂല. കാരണം വടക്കൻ കൊറിയ കളിക്കുന്ന കളി എന്ന് വെച്ചാൽ ഈ അദ്ദേഹം ജപ്പാൻ മുകളിലൂടെ മിസൈൽ പരീക്ഷിക്കും. അതുപോലെ തന്നെ ആ കടലിലേക്ക് മുഴുവൻ പ്രഖ്യാപിത മിസൈൽ പരീക്ഷണങ്ങൾ. അപ്പൊ വടക്കൻ കൊറിയക്ക് മേൽ ആദ്യമായി ഇറാനു മേൽ പോലുള്ള ഒരു സൈനിക നടപടി സ്വീകരിച്ചാൽ എല്ലാ മാപ്പും കാര്യങ്ങളും അമേരിക്ക എടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ ആദ്യം വടക്കൻ കൊറിയ ആക്രമിക്കുന്ന രാജ്യം 1 ജപ്പാൻ, 2 ദക്ഷിണ കൊറിയ. അപ്പൊ ഇസ്രായേലിനുമുണ്ട് ന്യൂക്ലിയർ അംബ്രലയുടെ പ്രൊട്ടക്ഷൻ. അപ്പൊ ഈ ശരിക്കും പറയേണ്ടത് ലോകരാഷ്ട്രങ്ങൾ, നീതിബോധമുള്ള ലോകരാഷ്ട്രങ്ങൾ, ഐക്യരാഷ്ട്രസഭ, അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി പറയേണ്ടത് പശ്ചിമേഷ്യയെ മൊത്തത്തിൽ സമ്പൂർണമായി അണ്വായുധ നിർമുക്തമാക്കണമെന്നാണ്. അപ്പോൾ ഇറാനും വേണ്ട അണ്വായുധങ്ങൾ, ഇസ്രായേലും വേണ്ട അണ്വായുധം. അതെന്തുകൊണ്ട് അമേരിക്കയും പാശ്ചാത്യ ചേരികളും ആവശ്യപ്പെടുന്നില്ല? ഇപ്പൊ സൗദി അറേബ്യ പോലുള്ള ഗൾഫ് അറബ് രാഷ്ട്രങ്ങൾക്ക് ഇറാൻ അണ്വായുധ ശക്തിയായി തീർന്നത് ഒട്ടും താല്പര്യമുള്ള കാര്യമല്ല. അത് സൗദിയുടെ മുൻ ഭരണാധികാരി മുഹമ്മദ് ബിൻ സൽമാന്റെ പിതാവ് ആ സർപ്പത്തിന്റെ തല വെട്ടണം എന്ന് അമേരിക്കയോട് പറഞ്ഞിട്ടുണ്ട്. ആ സർപ്പം ഇറാനാണ്. അപ്പൊ മേഖലയില് ഗൾഫ് മൊണാർക്കീസ്, ഗൾഫ് വാഴ്ചകൾക്ക് ഇറാൻ അണ്വായുധ ശക്തിയായി തീരുന്നതും മേഖലയിൽ ഇസ്ലാമിക രാജ്യങ്ങളുടെ നേതൃത്വത്തിന്റെ മുകളിലേക്ക് ഇറാൻ വരുന്നതും ഒന്നും താല്പര്യമുള്ള രാജ്യങ്ങളെല്ലാം സൗദി അറേബ്യയും അതിന്റെ സഖ്യരാഷ്ട്രങ്ങളായിട്ടുള്ള UAEയും ബഹ്റൈനും ഒക്കെ. പക്ഷെ അവരൊക്കെ ഈ യുദ്ധത്തിലൊരു നിലപാട് സ്വീകരിച്ചു. ഇറാനെതിരെയുള്ള ആക്രമണം അത്യന്തം അപലപനീയമാണ്, അതൊരു പരമാധികാര രാഷ്ട്രത്തിനെതിരെയുള്ള ആക്രമണമാണ്. അപ്പൊ ഈ ട്രംപ് 2020-21 കാലത്ത് എബ്രഹാം ഉടമ്പടി എന്ന പേരിൽ ഇസ്രായേലും അറബ് രാഷ്ട്രങ്ങളും തമ്മിലുള്ള ഗ്ലോബലൈസേഷൻ സാധ്യമാക്കിയിരുന്നു. ആദ്യം ഒപ്പുവെച്ചത് UAE ആണ്. സാധാരണ നിലയിലാക്കി എംബസി തുറന്നു. വ്യാപാരം മാത്രമല്ല, ഏറ്റവും അധികം സുരക്ഷാ പ്രതിരോധ കച്ചവടമാണ് നടത്തുന്നത് UAE, ബഹ്റൈൻ, സുഡാൻ, മൊറോക്കോ. സൗദി അറേബ്യ കൂടി ഒപ്പുവെക്കാൻ ഏറെ കയ്യിലെടുത്ത സമയത്താണ് ഹമാസ് ആക്രമിക്കുന്നത്. ഹമാസിന് വേറെ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. സൗദി കൂടി ഇതിൽ ഒപ്പുവെച്ചാൽ പിന്നെ പലസ്തീന് അറബ് മേഖലയിൽ ആരുമില്ല. ഇപ്പോൾ തന്നെ പലസ്തീന് ഒരു ലിപ് സർവീസ് മാത്രമാണ് അറബ് മേഖലയിൽ നിന്നുള്ളത്. എല്ലാവരും സ്വന്തം കാര്യം നോക്കുകയാണ്, സ്വന്തം കാര്യം സ്വന്തം താല്പര്യമാണ്. ഇസ്രായേലുമായിട്ടുള്ള വ്യാപാര
ഉടമ്പടിയേക്കാൾ ഇസ്രായേലുമായിട്ടുള്ള സൈനിക ഉടമ്പടികൾക്ക്, കരാറുകൾക്ക്, സഹകരണത്തിനാണ് അറബ് രാഷ്ട്രങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത്. ഇസ്രായേലിൽ നിന്നുള്ള ഭീഷണി തൽക്കാലത്തേക്കെങ്കിലും ഒഴിവായാൽ ഇറാനാണ് അവർക്ക് ഏറ്റവും വലിയ ഭീഷണി. അപ്പൊ അവർ ആവശ്യപ്പെട്ടത് അവര് സെലക്റ്റീവ് ആയിട്ടുള്ള ആണവ നിരായുധീകരണമല്ല. അവരുടെ പ്രസ്താവന വായിച്ചാൽ പശ്ചിമേഷ്യയിൽ സമ്പൂർണ്ണ നിരായുധീകരണം. ഇറാന് വേണ്ട, ഇസ്രായേലിനും വേണ്ട. അപ്പൊ ഈ ലോകക്രമം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന നിലയിൽ മേഖലാ മൂപ്പന്മാരും ആഗോള മൂപ്പന്മാരും കാര്യങ്ങൾ നിർണയിക്കുന്ന ഒരു ഭൗമരാഷ്ട്രീയ പരിതോവസ്ഥയിലേക്കാണ് പോകുന്നത്. ഐക്യരാഷ്ട്രസഭ വെറും പ്രസ്താവന മാത്രം നടത്തുന്ന ഒരു നോക്കുകുത്തി സംഘടനയായി മാറിയിട്ട് കാലം കുറയായി. ഊത്താന്തിന്റെ കാലത്ത്, ക്യൂബൻ മിസൈൽ പ്രതിസന്ധിയുടെ കാലത്തൊക്കെ ഉള്ള UN അല്ല ഇപ്പോഴത്തെ UN. അതേസമയം ഈ ആഗോള മൂപ്പന്മാർ മറ്റ് മേഖലാ മൂപ്പന്മാരായ റഷ്യയോടോ ചൈനയോടോ ഒന്നും കളിക്കാൻ, ഈ സൈന്യ സന്നാഹത്തോട് കളിക്കാൻ മുതിരില്ല. അത് ചെറിയ കാര്യമായി യാതൊരു കോപ്പുമില്ലാത്ത രാജ്യങ്ങളെ ശക്തിയിലൂടെ കീഴടക്കി വരച്ച വരയിൽ നിർത്തുന്ന ഒരു മുഷ്കിന്റെ ലോക രാഷ്ട്രീയത്തിന്റെ ഭൗമരാഷ്ട്രീയത്തിന്റെ വലിയ വാതിലുകളാണ് ഈ ഇറാൻ, അമേരിക്ക, ഇസ്രായേൽ യുദ്ധം തുറന്നിരിക്കുന്നത്. അതായത് ഇസ്രായേൽ പലസ്തീൻ ഈ പ്രശ്നത്തെ പറ്റി ലോക പ്രശസ്ത ചിന്തകനായ സ്ലൊവേനിയൻ ചിന്തകനായ സ്ലോവോയ് സിസക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ, അത് അനക്ഡോട്ടാണ് എന്നാണ്, അദ്ദേഹം യഥാർത്ഥ സംഭവമാണെന്നാണ് പറയുന്നത്. ഒരു പലസ്തീനിയൻ പ്രതിനിധി ഇസ്രായേലുമായുള്ള ചർച്ചയിൽ പങ്കെടുത്ത ഒരു റെപ്രസെന്റേറ്റീവ് പറഞ്ഞ കാര്യമാണ്. അതായത് ഒരു മേശയിൽ ഇസ്രായേലിന്റെ റെപ്രസെന്റേറ്റീവ്സും പലസ്തീനിയൻ റെപ്രസെന്റേറ്റീവ്സും ഇരിക്കുകയാണ്. മേശപ്പുറത്ത് ഒത്ത നടുവിൽ പിസ്സ വെച്ചിട്ടുണ്ട്. എങ്ങനെ പിസ്സ ഭാഗിക്കണം എന്നതാണ് ചർച്ചയുടെ വിഷയം. ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പിസ്സ ഒരു ഭാഗം തിന്നുകൊണ്ടിരിക്കാം. പുരോഗമിക്കുന്തോറും പിസ്സ ഏതാണ്ട് 90% കഴിഞ്ഞിരിക്കും. ഇസ്രായേലിന്റെ 47-48 കാലത്തെ ഭൂപടവും ഇപ്പോഴത്തെ ഭൂപടവും നോക്കിയാൽ പിസ്സ ഒരു ഭാഗത്തിന്റെ പള്ളയിൽ പൂർണ്ണമായും ആയി എന്നാണ് അവസാനിപ്പിക്കുന്നു. ഏവർക്കും അഭിവാദം.